ദൈവത്തിൻ തിരുഹിതം തേടാൻ അനുഗ്രഹം ചൊരിയേണമേ. യൗസേപ്പിതാവേ, നിൻഹിതം നിറവേറിയ അമ്മയെ പോലെ ഞങ്ങളെ കാത്തിടണേ. എല്ലാം അറിഞ്ഞ് കൂടെ നടന്ന ഞങ്ങളെ കൂടെ നടക്കേണമേ. പുത്രനെ നൽകാൻ പുത്രനേകാൻ വചനം ഞങ്ങളിൽ പകർന്നിടുവാൻ ഞങ്ങൾക്കു വേണ്ടി നീ പ്രാർത്ഥിക്കണേ. ഈശോ, മറിയം, യൗസേപ്പേ, ഈ കുടുംബത്തെ കാക്കേണമേ. എപ്പോഴും ദൈവത്തിൻ തിരുഹിതം തേടാൻ അനുഗ്രഹം ചൊരിയേണമേ. അനുഗ്രഹം ചൊരിയേണമേ. നമ്മളെ അയക്കപ്പെടുന്നതിനെ ഓർത്തുകൊണ്ട് കഴിഞ്ഞ നമ്മൾ കേട്ട 7-8 ക്ലാസ്സുകളോടെ നമ്മൾ കേട്ട എല്ലാ ക്ലാസ്സുകളുടെ അടിസ്ഥാനത്തിൽ ഇതാ നമ്മൾ ദൈവസ്നേഹത്തിന് ആഴം ഗ്രഹിക്കാൻ തക്ക വിധം നമ്മുടെ ഹൃദയങ്ങളെ തുറന്നു. ആ ദൈവസ്നേഹം, ദൈവം ആരാണെന്ന് നമ്മൾ സത്യദൈവത്തെ നമ്മൾ തിരിച്ചു പറഞ്ഞു. ആ കർത്താവായ യേശു ക്രിസ്തു അല്ലെ, അവൻ എന്നും ജീവിക്കുന്നു. ആ പുത്രനെ ലോകം മുഴുവനും വെളിപ്പെടുത്തേണ്ടതിന് അവനെ പ്രഘോഷിക്കേണ്ടതിനാണ് നമ്മൾ ഇന്ന് ജീവിക്കാൻ അനുവദിച്ചിരിക്കുന്നതെന്ന് പുറപ്പാടിലും പറയുന്നുണ്ട്, കൊരിന്തോസുകാർക്കും ലേഖനത്തിലും പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇന്നും നമുക്ക് ആ വചനത്തോട് ചേർന്നുകൊണ്ട്, കൂട്ടായ്മയോട് ചേർന്നുകൊണ്ട്, ഈ കൂട്ടായ്മയുടെ എല്ലാ ശുശ്രൂഷകരോടും ചേർന്നുകൊണ്ട് ഇതാ നമ്മൾ സ്തുതിക്കുകയാണ്. നമ്മൾ അവനെ ഇനി നമുക്ക് ആരാധിക്കാനോ സ്തുതിക്കാനോ അല്ലാതെ, അവൻ ജീവിക്കുന്ന പുത്രനായ ക്രിസ്തു ആണെന്നല്ലാതെ മറ്റുള്ളവരോട് ഒന്നും പറയാൻ നമുക്ക് പ്രഘോഷിക്കാൻ നമുക്ക് ഇല്ല. അപ്പൊ അതുകൊണ്ട് ആ ക്രിസ്താവിനെ സ്വീകരിക്കാൻ തക്ക വിധം നമ്മുടെ ഹൃദയങ്ങളെയും ആ കർത്താവിനെ മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കുവാൻ തക്ക വിധം നമുക്ക് എല്ലാവരെയും കണ്ടുകൊണ്ട്, നമ്മുടെ ഭവനത്തില് നമുക്ക് ഇനിയും വരാൻ പോണ കൂട്ടായ്മയിലുള്ള ജനങ്ങൾ എല്ലാവരെയും കണ്ടുകൊണ്ട് നമ്മൾ സ്തുതിക്കുകയാണ് ഈ സമയം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, നന്ദി കർത്താവേ, മഹത്വം കർത്താവേ. ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുന്നു. ഓ ജീവിതമായ യേശുവേ, ഞങ്ങൾ സർവശക്തനോട് ചേർന്നുകൊണ്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഈ കൂട്ടായ്മയോട് ചേർന്നുകൊണ്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ആത്മാവിനെ സ്വീകരിക്കാൻ തക്ക വിധം വിശുദ്ധാത്മാവിനോട് കൂടെ ഈ ശുശ്രൂഷ ചെയ്യുവാൻ പ്രാർത്ഥിക്കാം. യേശു പറഞ്ഞില്ല, നിൽക്കുന്ന കൃപ മാത്രം മതി എന്ന് പറഞ്ഞ യേശുവിനോട് ചേർന്നുകൊണ്ട് ഇവിടെ സഹായകനായ ഒരു പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് നൽകി എന്ന് പറഞ്ഞാൽ ആ വിശുദ്ധാത്മാവിനെ ഈ കൂട്ടായ്മ നമുക്ക് നൽകി കഴിഞ്ഞാൽ ആ ക്രിസ്തുവിനെ കണ്ടുകൊണ്ട് ആ വിശുദ്ധാത്മാവിനോട് ചേർന്നുകൊണ്ട് ഈ സമയം നമുക്ക് ഒരിക്കൽ കൂടി പാടി, ഈ നടികൾ പാടി, ആത്മാവിന്റെ വരദാനങ്ങൾക്ക് വേണ്ടി പാടി, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുകൊണ്ട് നമുക്ക് ശുശ്രൂഷ ചെയ്യുവാൻ വേണ്ടി, സഭയോട് ചേർന്ന് ശുശ്രൂഷ ചെയ്യുവാൻ വേണ്ടി, സകലശുദ്ധരോടും സകല മാലാഖന്മാരോട് ചേർന്ന് ശുശ്രൂഷ ചെയ്യുവാൻ വേണ്ടി കൃപയ്ക്കായി ഒരിക്കൽ കൂടി വിശ്വസിതാത്മാവിന്റെ ഒരു ഇരുടിയിൽ നമ്മൾ പാടുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പാട്ട് തന്നെ പാടി നമുക്ക് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. ആത്മാവാം ദൈവമേ വരണേ. ഈ സഹായകനായ വിശുദ്ധാത്മാവില്ലാതെ നമുക്ക് ദൈവത്തെ പ്രഘോഷിക്കാൻ സാധിക്കില്ല, നമ്മുടെ കുടുംബത്തിലായാലും എവിടെയായാലും. അപ്പൊ അതുകൊണ്ട് ആ ആത്മാവായ ദൈവത്തെ കണ്ടുകൊണ്ട്, ഒരിക്കൽ കൂടി കണ്ടുകൊണ്ട്, ത്രിയേക ദൈവത്തെ കണ്ടുകൊണ്ട് നമുക്ക് ഈ അടിയിൽ പാടി ഈ സമയം നമുക്ക് ക്ലാസ്സിലേക്ക് കയറാം. ആത്മാവാം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, ഞങ്ങളുടെ കുടുംബത്തിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവാം ദൈവമേ വരണേ, ഞങ്ങളുടെ കുടുംബത്തിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, ഞങ്ങളുടെ സഭയാകും കുടുംബത്തിൽ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ.
ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മൾ സഭയോട് ചേർന്നുകൊണ്ട് വീണ്ടും വരുമെന്ന് പറഞ്ഞവൻ ഇത് ആ ക്രിസ്തുവിനെ നമുക്ക് പ്രഘോഷിക്കാൻ അവന് വേണ്ടി കാത്തിരിക്കുന്ന സഭയോട് ചേർന്നുകൊണ്ട് ആ ക്രിസ്തുവിനെ ലോകം മുഴുവൻ വെളിപ്പെടുത്തേണ്ടതിന് നമ്മൾ ആ കേട്ട ക്ലാസ്സുകൾ, നമ്മൾ കേട്ട് അനുഭവിച്ച് രുചിച്ചറിഞ്ഞ ഈ സുവിശേഷം, ഈ 7 സത്യങ്ങൾ നമ്മൾ ലോകം മുഴുവൻ പ്രഘോഷിക്കപ്പെടേണ്ടതിന് ഇനിയുള്ള കുടുംബങ്ങളെയും നമ്മുടെ ബന്ധുമിത്രാദികളെ അറിയിച്ചുകൊണ്ട് അവരിലൂടെയും ഈ ദൈവത്തെ പ്രഘോഷിക്കുവാനുള്ള ഒരു കൃപയ്ക്ക് വേണ്ടി നമ്മൾ ഒരിക്കൽ കൂടി നമ്മൾ ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഇടതേക്കാലം നമ്മൾ തന്നെ ചേർത്ത് വെച്ചു നമ്മൾ കേട്ട ക്ലാസ്സുകളും നമ്മുടെ പക്ഷെ അമ്മയോട് ചേർന്ന്, അമ്മ എല്ലാ വചനങ്ങളും ഹൃദയത്തിൽ സംഗ്രഹിച്ചവളാണ്. അമ്മയോട് ചേർന്നുകൊണ്ട് നമ്മൾ പാടി പ്രാർത്ഥിച്ചത് പോലെ അമ്മയോട് ചേർന്നുകൊണ്ട് ഇടതേക്കാലം നമ്മുടെ നെഞ്ചിനെയും ചേർത്ത് വെച്ച് നമ്മുടെ കുടുംബത്തെയും നമ്മുടെ മക്കളെയും നമ്മുടെ കൂട്ടായ്മയിൽ നമ്മൾ ആരൊക്കെ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കും അവരെ സമർപ്പിക്കാം. വളരെക്കാലം നമ്മുടെ ഇനിയും കർത്താവിനെ അറിയാത്തവരെ, വിജാതീയരായ ജീവിക്കുന്നവരെ, അല്ലെങ്കിൽ കർത്താവിനെ അറിയാതെ ജീവിക്കുന്ന മക്കളിലേക്കെല്ലാം ഈ സുവിശേഷം എത്തിക്കപ്പെടേണ്ടതിന് കർത്താവെ ഞങ്ങൾ അയക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഈ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ, നന്ദി കർത്താവേ, മഹത്വം കർത്താവേ. യേശുവേ നീ ജീവിക്കുന്ന പുത്രനായ ക്രിസ്തുവാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന കർത്താവേ, നീ കർത്താവാണെന്നും ദൈവമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ പ്രഖ്യാപിക്കുന്ന കർത്താവേ, ഇത് മറ്റുള്ളവരെ പ്രഘോഷിക്കുവാൻ വേണ്ടി, മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കുവാൻ ഞങ്ങളുടെ കുടുംബത്തിൽ നീ തെരഞ്ഞെടുത്തതിനെ നന്ദി കൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബങ്ങളെല്ലാം മക്കളെ നന്ദി കൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. പാടിക്കൊണ്ട് നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. നീ കർത്താവാണെന്നും നീ ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. ഈ പ്രഖ്യാപനം ഏറ്റു പറഞ്ഞുകൊണ്ട് ഈ ക്ലാസ്സുകൾ നമ്മൾ കേൾക്കാൻ പോകുന്ന കുടുംബത്തെ കുറിച്ച് ചെയ്യുന്ന ക്ലാസ്സുകളിലൂടെ ചേർന്നുകൊണ്ട് യേശുവെ അവിടെ സഹായമായ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച ശേഷം നമ്മൾ ആ പരിശുദ്ധാത്മാവോട് ചേർന്നുകൊണ്ട് നമ്മൾ ഇനി ഈ സുവിശേഷം ലോകം മുഴുവൻ പ്രഘോഷിക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി ഒരിക്കൽ കൂടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. എന്നാണ് പറയുമേ സുസ്ഥേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, അങ്ങയുടെ ഉദരത്തിൽപരമായ ഈശോ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. വിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ സമയത്തും സമയം എനിക്ക് അറിയില്ല, പക്ഷെങ്കിലും ഈ സമയം ആത്മാവിനെ പറഞ്ഞു പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ഈ കുടുംബത്തിലുള്ള എല്ലാ കുടുംബാംഗങ്ങളെയും ദൈവം അനുഗ്രഹിക്കട്ടെ. സഹോദരങ്ങളെ ഏക മനസ്സോടെ ഒരുമിച്ച് വസിക്കുന്നത് എത്ര വിശിഷ്ടവും സന്തോഷകരമെന്ന് പറയുമ്പോൾ ഈ കുടുംബത്തിനോട് ചേർന്നുകൊണ്ട്, ഈ വചനത്തോട് ചേർന്നുകൊണ്ട് ഈ സുവിശേഷം ലോകം മുഴുവൻ പ്രഘോഷിക്കപ്പെടേണ്ടതിന് ആ വലിയ കൃപാവരം കിട്ടിയതിനെ നന്ദി പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി പിതാവിന്റെയും പുത്രന്റെയും ശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഹല്ലേലൂയ, ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും ഈ ഒരു ദിവസത്തെ ശുഭ ക്ലാസ്സിലേക്ക് എല്ലാവരെയും നമ്മൾ സ്വാഗതം ചെയ്യുകയാണ്. ദൈവത്തിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. വളരെ നല്ലൊരു ദിവസമാണ് നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്നത്. നമുക്ക് നമ്മുടെ സഭയോട് ചേർന്ന് നോക്കുമ്പോൾ നമ്മുടെ സഭയുടെ ഫാമിലിയിൽ നമുക്കൊരു വലിയ നമ്മുടെ മേജർ ആർച്ച് ബിഷപ്പിനെ നമുക്ക് കിട്ടിയ ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം നമുക്ക് കിട്ടിയ നമ്മുടെ വലിയ ഇടയനാണത്, തട്ടിൽ പിതാവ്. നമുക്ക് പിതാവിന് വേണ്ടി ഒരു നിമിഷം ഒരു നന്മ നിറഞ്ഞ മറിയം ചൊല്ലി നമുക്ക് പ്രാർത്ഥിച്ചിട്ട് നമ്മുടെ മറ്റ് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ നമുക്ക് ഇന്നത്തെ നമ്മുടെ 1 മണിക്കൂർ സമയത്തിൽ നമുക്ക് ടെസ്റ്റ് മണി പറയാനായിട്ടുള്ളത് മോളിമ രാജനാണ്. മോളിമ രാജൻ റെഡിയാണോ? അൺമ്യൂട്ട് ചെയ്യാമോ? ഒരു നിമിഷം നമുക്ക് കൊടുക്കാമോ? മോളിമ രാജൻ അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോഴ് എല്ലാവരുടെയും വളരെ സ്നേഹത്തോടു കൂടി എല്ലാവരുടെയും സന്നിധിയിലേക്ക് മോളിമ രാജന് ദൈവത്തിൻ്റെ ആ ടെസ്റ്റ് ദൈവം മോളിമ രാജന് ചെയ്ത് കൊടുത്തിട്ടുള്ള ആ ഒരു ടെസ്റ്റ് മണി കേൾക്കാനായിട്ട് പറയാനായിട്ട് ഞാൻ മോളിമ രാജനെ വിളിക്കുന്നു. താങ്ക് യു ചേച്ചി. പ്രൈസ് ദി ലോർഡ്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ വെൽ പ്രിപ്പയർഡ് അല്ല. എൻ്റെ
ബാക്ക്ഗ്രൗണ്ട് ചില പ്രശ്നങ്ങൾ കാണാൻ അത് ഞാൻ പറയാം. പക്ഷെങ്കിൽ മേ ഗോഡ് ബ്ലസ് മീ ടു സേ ദ testimony my God has given me all through my life. ഞാൻ നമ്മൾ സംസാരിക്കുന്നത് അപ്പം കുടുംബത്തിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ പേരൻസ് രണ്ടുപേരും ഇപ്പം മരിച്ചുപോയി. അച്ചായൻ 93 വയസ്സിൽ 2016 86 വയസ്സിൽ 2013 അമ്മച്ചി മരിച്ചു. അവർക്ക് അമ്മച്ചി 14 പ്രസവിച്ചു. 11 പെൺമക്കളും 3 ആൺമക്കളുമായിരുന്നു. ഒരു കുഞ്ഞ് മൂന്നാമത്തെ മകള് 2 വയസ്സ് പോലും ആകുന്നതിന് മുമ്പ് മരിച്ചുപോയി. ഞങ്ങളൊന്നും കണ്ടിട്ടില്ല. ഈ 14 മക്കളെ വളർത്തുന്ന അപ്പൻ ജസ്റ്റ് ഒരു കർഷകൻ മാത്രമാണ്. വളരെ കഷ്ടപ്പെട്ട് മാക്സിമം കഷ്ടതയിലൂടെ വളർന്നു വന്ന കുടുംബമാണ് ഞങ്ങള്. ഞാൻ 7ാമത്തേതാണ്. ഫൈനലി ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ 2ാമത്തെ ചേച്ചി ജർമ്മനിയിൽ നഴ്സിംഗ് പഠിക്കാൻ പോയി. അവിടെ നിന്ന് ദൈവം പിന്നെ ഞങ്ങളെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഉയർത്തിക്കൊണ്ടുപോയി. ഞങ്ങളുടെ കുടുംബത്തിലെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തരെയും ഈ 10 പെൺപിള്ളേരെ കെട്ടിച്ചിറക്കുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ നമ്മുടെ നാട്ടിലെ. അത് എൻ്റെ അപ്പൻ ഏറ്റവും മൂത്ത ചേച്ചി ഒഴിച്ച് ബാക്കിയുള്ളവരെ എല്ലാം പൈസ ഓൾറെഡി കയ്യിൽ വെച്ചിട്ടാണ് കല്യാണം ആലോചിച്ച് കെട്ടിച്ചത്. ആ ഒരു സ്റ്റേജിലാണ് ദൈവം അവരെ വളർത്തിയത്. അതുപോലെ ഡിവൈനിലെ ഒരു സിസ്റ്റർ വീട്ടിൽ വന്നപ്പം അച്ഛനോടും അമ്മയോടും പറഞ്ഞത് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന വാചകങ്ങൾ മുഴുവൻ നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് അപ്പം ഭക്ഷിക്കുക, മക്കളെ സന്താനങ്ങളെ മീൻസ് കടൽ തീരത്തെ മണൽത്തരി പോലെ സന്തതികളെ ഉണ്ടാകുക, ഇതെല്ലാം കൃത്യമായിട്ട് പാലിച്ച് എല്ലാവരുടെയും കാര്യം നോക്കി ഈ 14 മക്കളെ വളർത്തിയത് കൂടാതെ അമ്മ ജർമ്മനിയിലുള്ള ചേച്ചിയുടെ 2 മക്കളെയും ആങ്ങളെ സൗദിക്ക് പോയിരുന്നു. അവന്റെ 3 മക്കളെയും കൂടെ കൊച്ചുമക്കളെയും കൂടെ വളർത്തു കൊടുത്തു കംപ്ലീറ്റ് ആയിട്ട്. അങ്ങനെ അവര് സന്തോഷപൂർവ്വം 13 മക്കളെ വളർത്തിയ അമ്മ 2013 സെപ്റ്റംബർ 13 യാത്രയായി. 2016 അച്ചായൻ മരിക്കുന്ന സമയത്തെന്ന് പറയുന്ന ജാനുവരി 16 എൻ്റെ മോളുടെ കല്യാണം കഴിഞ്ഞ ദിവസം. അന്ന് കല്യാണത്തിന് വരാനായിട്ട് അച്ചായൻ കാവലിരുന്നു. ഒരു പനി വന്ന് ജാനുവരിയിൽ ആദ്യത്തെ വീക്കിൽ അഡ്മിറ്റ് ആയപ്പോൾ അച്ചായൻ പറഞ്ഞു, ഡോക്ടറോട് പറഞ്ഞു, എനിക്ക് 16 തീയതി കഴിഞ്ഞ് എന്തെങ്കിലും എനിക്ക് സംഭവിക്കാവുള്ളൂ, കാരണം എൻ്റെ കൊച്ചുമോടെ കല്യാണമാണ്. പക്ഷെ കല്യാണത്തിന് വരാൻ പറ്റിയില്ല. കല്യാണം കഴിഞ്ഞ് ഇവര് ഡ്രസ്സ് പോലും മാറാതെ അച്ചായനും സ്തുതി കൊടുക്കാൻ വീട്ടിൽ ചെല്ലുമ്പോൾ, പിന്നെ അതെൻ്റെ അനിയത്തിയുടെ വീട്ടിലായിരിക്കുന്നത്, കാരണം സ്വന്തം വീട്ടിലാണ്, ദൂരമായിരുന്നുകൊണ്ട്. അവിടെ ചെല്ലുമ്പോൾ അച്ചായൻ എന്നോട് പറയുന്നത്, മോളെ എനിക്ക് നിന്നെ ഒന്ന് കാണണമായിരുന്നു, നിന്റെ പിള്ളേരെയും കണ്ടു, മോന്റെ വൈഫിനെയും ഇന്നലെ കണ്ടു, ഇന്നിപ്പോ തന്നെ മോളുടെ ഭർത്താവിനെയും കണ്ടു, സന്തോഷമായി, ഞാൻ ഇനി പോവാന്ന് പറഞ്ഞു. അപ്പോഴത്തേന് അച്ചായന് ശ്വാസം വിടാൻ തീരെ പറ്റാതെ ഇരിക്കുന്ന സാഹചര്യമാണ്. അച്ചായൻ എന്നെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകുന്നു. നഴ്സിംഗ് അറിയാവുന്നവർക്കറിയാമല്ലോ, ഓക്സിജന്റെ ലെവല് 73. അങ്ങനെ മരുമകനും മകളുമായിട്ട് വീട്ടോട്ട് വന്ന ഞാൻ നേരെ അച്ചായൻ്റെ കൂടെ ഹോസ്പിറ്റലിൽ നിൽക്കുവാണ്. അവരെ തിരിച്ച് വീട്ടിലേക്ക് വിട്ടു. മീൻസ് ഞങ്ങളുടെ വീട്ടിൽ തന്നെ അവർ പോയി, ഞാൻ വീട്ടിലില്ലാതെ അവരന്ന് അവിടെ ഉറങ്ങി. അച്ചായൻ 27ാം തീയതി രാവിലെ മരിക്കുന്ന അന്ന് രാവിലെ വിശുദ്ധ കുർബാന സ്വീകരിച്ച് 5 മിനിറ്റ് പോലും കഴിയുന്ന മരുന്നും കൊണ്ട് ഇവർ ചെല്ലുമ്പോൾ അച്ചായൻ യാത്രയാകുവാണ്. അപ്പൊ അച്ചായന് യാതൊരു രീതിയിലുള്ള ട്രക്കിയോസ്റ്റമിയോ അങ്ങനെയുള്ള പരിപാടികളൊന്നും ചെയ്യേണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അച്ചായൻ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് വളരെ പേടിയായിരുന്നു. ഒരിക്കലും ഹോസ്പിറ്റലിൽ പോകരുതെന്നായിരുന്നു അച്ചായൻ എപ്പോഴും പറയുന്നത്. ഇത് ഫസ്റ്റ് ഹോസ്പിറ്റൽ അഡ്മിഷനുമായിരുന്നു. അത് കഴിഞ്ഞ് അങ്ങനെ അച്ചായൻ മരിക്കുമ്പോൾ ഞാൻ കൂടെയുണ്ട്. ഞങ്ങളെ അവർ വിളിച്ച് ഞാനും എൻ്റെ ഒരാങ്ങളെ ഒരു അനിയത്തി, ഞങ്ങൾ 3 പേരും ഉണ്ടായിരുന്നു. വളരെ കാര്യമായിട്ട് സന്തോഷമായിട്ട് ജസ്റ്റ് ഇങ്ങനെ ഉറങ്ങിപ്പോകുന്നു. റെസ്പിറേഷൻ ഹാർട്ട് റേറ്റും ഒക്കെ ഇങ്ങനെ കുറഞ്ഞു പോകുന്നു, സന്തോഷമായിട്ട്. അപ്പൊ അച്ചായനും അമ്മ ഞങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്, ഒരു വലിയൊരു പാട്ടുണ്ട്, അതിപ്പോ പാടാൻ പറ്റത്തില്ല. പക്ഷെ അതിനകത്തെ 2 ലൈന്, മരണം വരുമൊരു നേരം നിൻ തിരുനാമം മമ നാവിന്മേൽ വരുവാൻ നീ കൃപ ചെയ്യണമേ പരമപിതാവേ തിരുസുതൻ എന്ന്. അച്ചായൻ പ്രാർത്ഥിച്ചത് ഈശോയുടെ നാമം നാട്ടിൽ വരണമെന്നായിരുന്നു. പക്ഷെ ഈശോയെ തന്നെ സ്വീകരിച്ചാണ് അച്ചായൻ അന്ന് മരിച്ചു പോകുന്നത്. അത് കഴിഞ്ഞ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇതിനോടകത്ത് ഞാൻ 17ാമത്തെ വയസ്സിൽ ഡൽഹിയിലേക്ക് പോയിരുന്നു.
അതിൻ്റെ കൂട്ടുകാർ ആപ്ലിക്കേഷൻ അയച്ച് ഞങ്ങളൊരു നേഴ്സിങ്ങിന് അപ്ലൈ ചെയ്തു. അവർക്ക് കിട്ടിയില്ല. 12th റിസൾട്ട് അറിയുന്ന അന്ന് ഭരണങ്ങാനത്ത് മേരിഗിരിയിലായിരുന്നു ഇന്റർവ്യൂ. അതിന് വരുക. അന്നത്തെ ദിവസത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മ ഏറ്റവും മൂത്ത ചേച്ചിയെ പ്രസവിച്ച സമയത്ത് സ്മോൾ പോക്സ് വന്നു എന്ന് അമ്മ പറയുന്നത്. അന്ന് അമ്മയുടെ അമ്മ നേർച്ച നേർന്നാണ് അൽഫോൻസാമ്മയുടെ അടുത്തുകൊണ്ട് കാണിച്ചേക്കാവുന്ന കൊച്ചിനെ അമ്മയും കൂടെ. ആ നേർച്ച വീട്ടുന്നത് എൻ്റെ ഇന്റർവ്യൂവിൻ്റെ അന്ന് അമ്മയും മൂത്ത മോളും മൂത്ത മോളും മോനും ഹസ്ബൻഡും ഞാനും അച്ചായനും എല്ലാവരും കൂടെ പോയാണ് ഇന്റർവ്യൂ കഴിഞ്ഞ് നേർച്ച വീട്ടിൽ പോരുന്നത്. പിന്നീട് ഞാൻ ഡൽഹിക്ക് പോയി. ഡൽഹിയിലെ ക്ലാസ്സുകളും കാര്യങ്ങളെല്ലാം ഹോളി ഫാമിലി ഹോസ്പിറ്റൽ എന്ന് പറയുന്ന സിസ്റ്റേഴ്സിന്റെ വളരെ സന്തോഷകരമായ സാഹചര്യത്തിൽ ദൈവികമായ രീതിയിൽ തന്നെ അവിടെ വളർന്നു വന്നു. 80-ല് സ്റ്റാഫായി, 82-ല് കോൺട്രാക്ട് കഴിഞ്ഞപ്പോൾ സൗദി അറേബ്യയിൽ വന്നു. സൗദി അറേബ്യയിൽ വന്ന് 3 വർഷം കഴിഞ്ഞപ്പോൾ അപ്പൊ അതിനോടകത്ത് എൻ്റെ കൂടെ പഠിച്ച എൻ്റെ കൂട്ടുകാരൊക്കെ കല്യാണം കഴിച്ചു. എനിക്ക് പിന്നെ കല്യാണങ്ങൾ ആലോചിച്ചെങ്കിലും ഞാൻ പറഞ്ഞില്ല, എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ വീട്ടിലേക്ക് പറ്റിയിട്ട് മതിയെന്ന് പറഞ്ഞുകൊണ്ട് 3 വർഷം കൂടെ സ്റ്റേ ചെയ്ത് അതുവരെയുള്ള പൈസയും കാര്യങ്ങളൊക്കെ വീട്ടിൽ കൊടുത്ത് കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ച എൻ്റെ ഹസ്ബൻഡ് നയ പൈസ പോലും സ്ത്രീധനം വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ സന്തോഷമായിട്ട് കല്യാണമൊക്കെ കഴിച്ചിറങ്ങി പോന്നു. അന്ന് ഞാൻ ഞങ്ങള് വേളാങ്കണ്ണി പോയിരുന്നു. അപ്പൊ എൻ്റെ അമ്മ എപ്പോഴും പറയും, എന്താവശ്യം ഉണ്ടെങ്കിലും മോളെ, എന്ത് പ്രശ്നം വന്നാലും മാതാവിനെ മുറുകെ പിടിക്കുക. അങ്ങനെ മാതാവിനെ മുറുകെ പിടിച്ച അന്ന് മുതൽ ഇന്ന് വരെ. അതുപോലെ എൻ്റെ ഏത് ആവശ്യത്തിനും അമ്മ മരിക്കുന്നത് വരെ അമ്മയെ വിളിച്ച് പറയാതെ ഞാൻ പോകുന്ന കാര്യമില്ലായിരുന്നു. അമ്മ എന്നോട് ഫോണിൽ തന്നെ പ്രാർത്ഥിക്കും. ആ കൂട്ടത്തിൽ പറയും, മാതാവിനെ വിളിച്ചുകൊണ്ട് വേണം പോകാൻ, മാതാവിനോട് പ്രാർത്ഥിച്ചോണം. അതെന്റെ അന്ന് മരുന്ന് വരെയുള്ള ജീവിതത്തില് അന്ന് വേളാങ്കണ്ണി പോയപ്പോൾ ഞാൻ പ്രാർത്ഥിച്ച രണ്ടാമത്തെ, അമ്മ പറയും 3 കാര്യങ്ങൾ പ്രാർത്ഥിച്ചാൽ സാധിക്കുമെന്ന്. രണ്ടാമത്തെ കാര്യം ഞാൻ പ്രാർത്ഥിച്ചത്, ദൈവത്തെ മറക്കത്തക്ക വിധത്തിൽ എനിക്ക് പൈസ തരരുതെന്ന്. അത് അന്ന് മുതൽ ഇന്ന് വരെ ദൈവം കീപ്പപ്പ് ചെയ്യുന്നുണ്ട്. എൻ്റെ ഒരു ആവശ്യങ്ങൾക്കും മുടക്കമില്ല. ആരെങ്കിലും ഒരു സഹായം ആവശ്യപ്പെട്ടാൽ കൊടുക്കാൻ ദൈവം എന്നെ സഹായിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ സഹോദരങ്ങളാണേലും കുടുംബത്തിലാണേലും ഒക്കെ. പിന്നെ അങ്ങനെ ഇങ്ങോട്ട് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു പോകുന്നു. 2 മക്കളായി. അവർ രണ്ടുപേരും ഇവിടെ വന്നു. അവര് സൗദിയിലുണ്ടായിരുന്നു. ഞങ്ങളുടെ ഇന്ത്യൻസ് ഉണ്ടാക്കിയ ഒരു സ്കൂള് അവര് സൗദിയൻസ് ഏറ്റെടുത്തപ്പോൾ ഞങ്ങൾക്ക് ഇവരെ തിരിച്ചുവിടേണ്ടി വന്നു. നാട്ടിൽ താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മകളും മകനും പറഞ്ഞത്, എല്ലാ പിള്ളേരുടെയും പേരും പിള്ളേരുടെ അമ്മയുടെ പേര് മോളി എന്നാ. എല്ലാവരും പരീക്ഷ എഴുതി ഇംഗ്ലണ്ടിനും അമേരിക്കയ്ക്കും പോവാം, അപ്പൊ പിള്ളേരെയും കൊണ്ടുപോകാം, അതുകൊണ്ട് മമ്മി ഒന്ന് പരീക്ഷ എഴുതാവുമെന്ന്. അങ്ങനെ പരീക്ഷ എഴുതി വന്നതാണ് അമേരിക്കയില്. ഞാൻ എപ്പോൾ പ്രാർത്ഥിച്ചാലും ഈ അമേരിക്കയ്ക്ക് വരാനായിട്ട് പ്രാർത്ഥിച്ച സമയത്ത് കിട്ടിയ ഒരു വചനമാണ് മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 19-ാം അധ്യായം 18-ാമത്തെ വചനം. ഭൂമിയിൽ 2 പേർ യോജിച്ച് ചോദിക്കുന്ന ഏതൊരു കാര്യവും എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് എനിക്ക് നേടിത്തരുമെന്ന്. അത് മുട്ടുമേൽ നിന്ന് എന്നും പ്രാർത്ഥിക്കായിരുന്നു. അന്ന് മുതൽ ഇന്ന് വരെ ആ വചനം എന്നെ കീപ്പപ്പ് ചെയ്യുന്നു. ഞങ്ങൾ സന്തോഷമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. 2 പിള്ളേരെ, മോൻ കല്യാണം കഴിച്ചു. അവന് 7, 5, 4 വയസ്സുള്ള 3 പിള്ളേരുണ്ട്. 4ാമത്തെ ആളിനെ പ്രഗ്നന്റ് ആണ് അവള്. ഇന്നിപ്പോ ഇത്തിരി ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. എനിക്കിത് പറയാൻ പോലും പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ദൈവം എന്നെ അനുവദിച്ചു എന്ന് പറഞ്ഞാൽ മതി. പിള്ളേര് അവര് 3 പേരും, എൻ്റെ മകളും, അവക്ക് 2 പിള്ളേര്, അവരും എല്ലാവരും ഇന്നിപ്പോ ഇവിടെ ഉണ്ട്. കാരണം അവളുടെ ഹസ്ബൻഡ് നാട്ടിൽ പോയിരിക്കുകയാണ്, ഒരു ശവടത്തിന് പോയതാ. അവരിന്ന് നാളെ രാവിലെ വരും. അങ്ങനെ സന്തോഷവും സമാധാനമായിട്ട് പോകുന്നു. ഇതിനകത്ത് എനിക്ക് നിങ്ങളോട് പ്രാർത്ഥന ആവശ്യപ്പെടേണ്ട ഒരു കാര്യം മെയിനായിട്ടുള്ളത്, മോളുടെ ഡെലിവറിയും കാര്യങ്ങളും ഭംഗിയായിട്ട് പ്രശ്നമൊന്നുമില്ലാതെ നടക്കാനായിട്ട്. ഇതിനിടയ്ക്ക് ഞാൻ ഇവിടെ വന്നിട്ട് ഈ കഴിഞ്ഞ വ്യാഴാഴ്ച വരെ ഞാൻ സ്റ്റാഫ് നഴ്സായിട്ട് ജോലി ചെയ്യുമായിരുന്നു. കഴിഞ്ഞ വ്യാഴാഴ്ച 65-ാമത്തെ വയസ്സിൽ ഞാൻ റിട്ടയർമെന്റ് എടുത്തു. കാരണം കൊച്ചുമക്കളെ നോക്കാൻ വേറെ ആൾക്കാരില്ല. മറ്റുള്ളവരെ കൊണ്ട് നോക്കിക്കുന്നതിനോട് താല്പര്യമില്ലാത്തത് കൊണ്ട്, മോള് ഇപ്പൊ പ്രഗ്നന്റും കൂടെ ഒന്നും കൂടെ ആയതുകയും ചെയ്തുകൊണ്ട് ഞാൻ റിസൈൻ ചെയ്തതാണ്. ദൈവം ബാക്കി നടത്തുമെന്ന് കരുതുന്നു. പൈസയുടെ ലെവലിൽ കുറവ് വരും, പക്ഷെങ്കിൽ ആ ദൈവം നടത്തിക്കൊള്ളുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പിന്നെ എനിക്ക് കൊച്ചുമക്കള് പറഞ്ഞല്ലോ, 3, 2, 5 പേരുണ്ട്. ഇപ്പം മൂത്ത മോന് 1 വയസ്സ് പോലും ആകുന്നതിന് മുമ്പ് എൻ്റെ അടുത്ത് വന്നാണ്. അവന് കംപ്ലീറ്റ് ഇപ്പം ഞാന് ശരിക്കും പറഞ്ഞാൽ തിയോളജി സ്റ്റുഡൻ്റ് ആണ്. അത് ഞാൻ എടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, എൻ്റെ കൊച്ചുമകൻ എന്നോട് ചോദിക്കുന്ന പല ചോദ്യങ്ങൾക്കും മറുപടി പറയാൻ, ദൈവികമായ രീതിയിലുള്ള മറുപടികൾ കൊടുക്കാൻ എനിക്ക് ബുദ്ധിമുട്ട് വന്നപ്പോൾ ഞാൻ ചിന്തിച്ചു, എന്തെങ്കിലും രീതിയിൽ കുറച്ചുകൂടെ പോകണമെന്ന്. അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മുടെ ജസിന്ത ചേച്ചിയും മരിയ ചേച്ചിയും ഒക്കെ എന്നെ കോണ്ടാക്ട്
വരുന്നത്. ബൈ ചാൻസ് ആണ് ഇതൊക്കെ നടന്നത്. അങ്ങനെ ക്ലാസ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നു. പരീക്ഷയും പഠിത്തങ്ങളും ഒക്കെ ആയിട്ട് ഇതെല്ലാം ദൈവം ഈ സൈഡിൽ കൂടെ നടത്തുന്നുണ്ട്. ഞങ്ങള് ഒരു നല്ല വീട്ടിലാണ് താമസിക്കുന്നെങ്കിലും ഒരു വീട്, അതായത് ഇവിടെ മക്കളെല്ലാരും കല്യാണം കഴിച്ചാൽ ഓൺ ദ സ്പോട്ട് വേറെ വീട്ടിൽ പോകുമെന്ന് അറിയാമല്ലോ. പക്ഷെ എന്റെ മകൻ കല്യാണം കഴിച്ച അവൻ ഡാളസിലായിരുന്നു. അവിടുന്ന് ഡാഡിക്ക് സുഖമില്ലാത്തത് കൊണ്ട്, ഡാഡിക്ക് ഹാർട്ടിന് ഒരിച്ച പ്രശ്നമുണ്ട്. അതുകൊണ്ട് അവന് ഡാഡിയെ നോക്കാൻ ഇങ്ങോട്ട് ഒരു കൊച്ചുമായിട്ട് വന്നതാണ്. വന്നു കഴിഞ്ഞപ്പോൾ ഡാഡിക്ക് നോക്കാൻ 3 പിള്ളേരെ കൂടി ഇപ്പൊ കൊടുത്തു. അതുകൊണ്ട് ഡാഡിയുടെ ആരോഗ്യം കുറെ കൂടെ ബെറ്ററായി. മറ്റേത് ഒറ്റയ്ക്ക് ഇരിക്കുകയും കാര്യങ്ങളും ആയിരുന്നപ്പം വിഷമമുണ്ടായിരുന്നു. അങ്ങനെ സന്തോഷവും സമാധാനമായിട്ട് ദൈവം ഇന്ന് വരെ വഴി നടത്തി. കുടുംബത്തിന്റെ മാഹാത്മ്യം, എൻ്റെ മക്കള് 2 പേരും അപ്പനും അമ്മയും എന്ന് വെച്ചാൽ അവർക്ക് ഇപ്പോഴും ജീവനാണ്. മകളെ കെട്ടിച്ച വീട്ടുകാരും അവരും പറയാറുണ്ട് ഇത്രയും നല്ലൊരു പെൺകുച്ചിനെ ഞങ്ങൾക്ക് കിട്ടിയ സന്തോഷമുണ്ടെന്ന്. മോനും ഇന്നു വരെ ഒരു മനുഷ്യക്കൊരാവശ്യം എന്ന് പറഞ്ഞാൽ ഓൺ ദ സ്പോട്ടിൽ അവൻ പറയുന്ന വാക്കുകൾ ഞാൻ ഓർക്കാറുണ്ട്. മമ്മി, നമ്മുടെ പൈസ വെച്ചിട്ട് ആവശ്യം ഇപ്പോൾ ഉള്ളവർക്ക് കൊടുക്കാതെ നമ്മൾ എന്തിനു സൂക്ഷിക്കണം എന്ന് പറയുന്ന ഒരു മകനെയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അതെനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. അങ്ങനെ എനിക്കറിഞ്ഞുകൂടാ ഞാൻ പറയേണ്ട രീതിയിലൊക്കെയാണോ കാര്യങ്ങൾ പറഞ്ഞതെന്ന്. ഇത്രയും കൊണ്ട് നിർത്താം. സമയം പോലും എനിക്കറിയില്ല എത്രയായെന്ന്. ഓവറായി പോയെങ്കിൽ ക്ഷമിക്കുക. ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് എല്ലാവരോടും യാചിക്കുന്നു. സന്തോഷവും സമാധാനവുമായ ഒരു ജീവിതം ഇന്ന് വരെ തമ്പുരാൻ തന്നതിനെ ഓർത്ത് നന്ദി പറഞ്ഞ് സ്തുതിക്കുന്നു. ഇത്രേ പറയാനുള്ളൂ. താങ്ക് യു. പ്രൈസ് ദി ലോർഡ്. മോളെ ചേച്ചി നന്നായിട്ട്, വളരെ നന്നായിട്ട് ആ ദൈവത്തിന്റെ അനുഭവം, ദൈവത്തിന്റെ കുടുംബത്തിൽ ചെയ്ത അനുഭവങ്ങളെ കുറിച്ച് പറഞ്ഞത് ഒത്തിരി നന്നായിരുന്നു. അതുപോലെ തന്നെ ആ കുടുംബത്തെ നമുക്കൊന്ന് ഓർക്കാം. 10-14 മക്കളുള്ള കുടുംബം എത്ര ഭംഗിയാണ്. നമുക്ക് ആ മാതാപിതാക്കളെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. അതോടൊപ്പം തന്നെ അവരുടെ വീട്ടിൽ ഇപ്പം നമ്മൾ ഡെലിവറി പ്രതീക്ഷിച്ചിരിക്കുന്ന ആ മകളെയും കൂടെ നമുക്ക് ഓർക്കാം. ഇവരെ എല്ലാവരെയും ഓർത്തുകൊണ്ട് നമുക്കൊരു 3 നന്മ നിറഞ്ഞ മറിയം ചൊല്ലാമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ അങ്ങയുടെ ഉദരത്തിൻ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. അമ്മേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ നന്മ നിറഞ്ഞ സ്വസ്തി, മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ പരിശുദ്ധ മറിയമേ, മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും മരണസമയത്തും ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ പരിശുദ്ധ മറിയമേ, മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നമുക്ക് ചഞ്ചല് നമുക്ക് വേണ്ടി ഒരു പാട്ട് പാടും. ചഞ്ചല് റെഡി ആണല്ലോ അല്ലേ? ആ, ശരി. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ആത്മാവിൻ ഫലങ്ങളാൽ നിറയാൻ കൃപയേകണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ആത്മാവിൻ ഫലങ്ങളാൽ നിറയാൻ കൃപയേകണമേ. സ്നേഹം നൽകണമേ, ആനന്ദം പകരണമേ, ക്ഷമയും നൽകണമേ പരിശുദ്ധാത്മാവേ. വിശ്വസ്തതയേകണമേ, സൗമ്യത നൽകണമേ, നന്മകളാൽ നിറയട്ടെ പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ആത്മാവിൻ ഫലങ്ങളാൽ നിറയാൻ കൃപയേകണമേ. നൽകണമേ, സമാധാനം തരണേ, ആത്മസംയമനം തരണേ പരിശുദ്ധാത്മാവേ. ആത്മാവിൻ ഫലങ്ങളെ നിറഞ്ഞു കവിയട്ടെ, വരദാന ഫലങ്ങളെന്നിൽ വർഷിച്ചിടണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ആത്മാവിൻ ഫലങ്ങളാൽ നിറയാൻ കൃപയേകണമേ.
പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ ആത്മാവിൻ ഫലങ്ങൾ നിറയാൻ കൃപയേകണമേ. വളരെ നന്നായിരുന്നു ചഞ്ചല്. പരിശുദ്ധാത്മാവിൻ്റെ ആ വരങ്ങളും ദാനങ്ങളും കൊണ്ട് നമ്മൾ ഓരോരുത്തരും നിറയാൻ വേണ്ടിയിട്ട് ഗാനത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുകയായിരുന്നു. നമുക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കാം, നമ്മൾ പ്രാർത്ഥിച്ചതുപോലെ, പാടി പ്രാർത്ഥിച്ചതുപോലെ നമുക്ക് ആ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളും വരങ്ങളും കൊണ്ട് നമ്മൾ ഓരോരുത്തരും നിറയുന്നു എന്ന് നമുക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കാം. നമുക്ക് കുടുംബം എന്ന ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ക്ലാസ് എടുക്കുന്നത് നമുക്ക് ഷിജു ആണ്. ഷിജു റെഡിയാണല്ലോ അല്ലേ? ഓക്കെ, റെഡിയാണ്. ഓക്കെ, അപ്പം ക്ലാസ് തുടങ്ങിക്കോ കേട്ടോ. വളരെ സ്നേഹത്തോടെ ഞങ്ങൾ ഈ ഒരു ഇതിലേക്ക് വിളിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇതെൻ്റെ കുടുംബമാണ്. നമ്മളിന്ന് കുടുംബത്തെക്കുറിച്ച് പറയുന്നതുകൊണ്ട് കുടുംബം കാണിച്ചു തുടങ്ങാമെന്ന് വിചാരിച്ചു. നമ്മൾ കഴിഞ്ഞ ഒരു 9 ആഴ്ചകളിലൂടെ കടന്നുപോയത് ബൈബിളിൻ്റെ അടിസ്ഥാന സത്യങ്ങളെ മനസ്സിലാക്കാനായിട്ട് നമ്മൾ പരിശ്രമിച്ചു. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ വിശുദ്ധ സുവിശേഷത്തിലൂടെ കടന്നു പോകുമ്പോൾ ഒന്നാമതായി ദൈവം നമ്മളെ സ്നേഹിക്കുന്നെന്നും ഉൽപ്പത്തിയുടെ ആരംഭത്തിൽ തന്നെ നമ്മളത് കാണുന്നു. സ്നേഹിക്കുന്ന ദൈവത്തെക്കുറിച്ച് വെളിപാട് പുസ്തകത്തിൽ എത്തുമ്പോഴും ആ സ്നേഹിക്കുന്ന ദൈവത്തെക്കുറിച്ചാണ് നാം അവിടെ തിരിച്ചറിയുക. രണ്ടാമതായി ഉൽപ്പത്തി പുസ്തകത്തിന്റെ ആരംഭത്തിൽ തന്നെ പാവാവസ്ഥയിൽ വീണുപോയ മനുഷ്യനെ നമ്മൾ കാണുന്നു. വെളിപാട് പുസ്തകത്തിൽ എത്തുമ്പോൾ ദൈവമായ കർത്താവ് നമ്മോട് ചോദിക്കുന്നു, നിനക്ക് എന്നോട് ആദ്യമുണ്ടായിരുന്ന സ്നേഹം ഇപ്പോഴില്ല, കുറവ് വന്നു, നീ സ്നേഹത്തിലേക്ക് തിരിച്ചു വരിക എന്ന് പറയുന്നുണ്ട്. അപ്പം വിശുദ്ധ ഗ്രന്ഥം മുഴുവൻ പാപാവസ്ഥയിൽ വീണുപോയ മനുഷ്യരെ കുറിച്ചാണ് സംസാരിക്കുന്നത്. മൂന്നാമതായി നാം കണ്ടെത്തിയത് ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ കടന്നു പോകുമ്പോൾ രക്ഷകനായ യേശു ക്രിസ്തുവിനെ കുറിച്ച് ഉൽപ്പത്തിയിൽ സൂചിപ്പിക്കുകയും നീതിമാനായി വിദ്യാളനായി അന്തിമ ദിനം കടന്നു വരുന്ന യേശു ക്രിസ്തുവിനെ നാം തിരിച്ചറിയുകയും ചെയ്യുകയാണ്. നാലാമതായി വിശുദ്ധ ഗ്രന്ഥം മുഴുവൻ വിശ്വാസ മാനസാന്തര പ്രത്യുത്തരമാണ്. വിശ്വസിക്കുന്നവരെ കുറിച്ചും വിശ്വാസത്തെ പ്രതി തങ്ങളുടെ ജീവിതം മുഴുവൻ സമർപ്പിക്കുന്നതിനെ കുറിച്ചും വിശുദ്ധ ഗ്രന്ഥം ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ നാം കടന്നു പോകുമ്പോൾ തിരിച്ചറിയുകയാണ്. ഈ വിശ്വാസ മാനസാന്തര പ്രത്യുത്തരത്തിൽ വളരുന്നവർ കർത്താവിൻ്റെ കൂടെ ജീവിക്കുന്നതും കർത്താവ് അവരുടെ ജീവിതത്തിൽ ഇടപെടുന്നതും ഒക്കെ അവർ തിരിച്ചറിയുകയാണ്. ഇങ്ങനെ തിരിച്ചറിയുന്ന വ്യക്തിത്വം, കർത്താവിൻ്റെ കൂടെ ജീവിക്കുന്ന ആ വ്യക്തി പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ വ്യക്തിയാണ്. ഉൽപ്പത്തിയുടെ ആരംഭത്തിൽ കാണാം, വെള്ളത്തിന് മുകളിൽ ചലിച്ചുകൊണ്ടിരുന്ന ദൈവത്തിന്റെ ആത്മാവ് വെളിപാട് പുസ്തകത്തിൽ എത്തുമ്പോൾ പാദത്തോളമല്ല, മുട്ടോളമല്ല, അരയോളമല്ല, നീന്തി കടക്കുമാറ് ദൈവത്തിന്റെ ആത്മാവിൽ നിറഞ്ഞു നിൽക്കുന്ന ജീവിതത്തെ കുറിച്ചാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ഈ ആത്മാവ് നമ്മളെ കൂട്ടായ്മയിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് ഉൽപ്പത്തിയുടെ പുസ്തകം ദൈവം എന്ന കൂട്ടായ്മയിൽ ആരംഭിച്ച് ഒരിടയനും ഒരു തൊടുത്തുമാകുന്ന കൂട്ടായ്മയെക്കുറിച്ച് വെളിപാട് പുസ്തകം നമ്മെ സൂചിപ്പിക്കുകയാണ്. അവസാനമായി ഉൽപ്പത്തിയിലും വെളിപാട് വരെ നിറഞ്ഞു നിൽക്കുന്ന യാഥാർത്ഥ്യം നാം സുവിശേഷം ജീവിച്ച് പങ്കുവെക്കേണ്ടവരാണ്. ഇന്ന് അടിസ്ഥാനപരമായ മറ്റൊരു കാര്യം കൂടിയാണ് നാം കണ്ട് അവസാനിപ്പിക്കുക. അത് നമ്മുടെ കുടുംബത്തെക്കുറിച്ചാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ ഒരു കുടുംബത്തെക്കുറിച്ചാണ് ആരംഭിക്കുന്നത്. സൃഷ്ടപ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച് അതിനെ നോക്കി പരിപാലിക്കാൻ ഒരു കുടുംബത്തെ ഏൽപ്പിക്കുന്നു. വെളിപാട് പുസ്തകത്തിൽ എത്തുമ്പോൾ അന്തിമ വിജയമായി നിത്യ കുടുംബത്തിന്റെ, ദൈവരാജ്യത്തിന്റെ ഭാഗമായി തീരുന്നതിലേക്കാണ് നാം കടന്നു വരുന്നത്. അപ്പൊ കുടുംബം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കുടുംബം ഒരു ശ്രീകോവിലാണ് എന്ന് ഫ്രാൻസിസ് പാപ്പ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇപ്പോൾ ഒരു ഹൈന്ദവ പശ്ചാത്തലത്തിൽ ശ്രീകോവിൽ എന്ന് പറയുന്നത് ഒരു ക്ഷേത്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടമാണ്. അവിടെ ആർക്കെങ്കിലും ചെന്ന് കയറാനാവില്ല. നിയോഗമനുസരിച്ച് വിളി ലഭിച്ചവൻ ആ വിളിക്ക് അനുസരിച്ച് തങ്ങളുടെ ജീവിതങ്ങളെ ശുദ്ധി ചെയ്ത് ആ സമയത്തിൽ ആണ് ശ്രീകോവിലേക്ക് എത്തിച്ചേരുന്നത്. ഇപ്പൊ കുടുംബം ഒരു ശ്രീകോവിലാണെന്ന് പറയുമ്പോൾ വെറുതെ മറ്റൊരു ദൈവവിളിയും സ്വീകരിക്കാൻ കഴിയാത്തത് കൊണ്ട് നാം ചെന്നുപെട്ടു പോയതാണെന്നല്ല അർത്ഥം. പകരം അതിശ്രേഷ്ഠമായൊരു ഇടത്തേക്ക് അതിശ്രേഷ്ഠമായൊരു വിളി ലഭിച്ച് വളരെ പ്രത്യേകമായ തെരഞ്ഞെടുപ്പിനാൽ നാം എത്തിച്ചേർന്നതാണ് എന്ന് അവിടെ സൂചിപ്പിക്കപ്പെടുകയാണ്. ഓരോ മനുഷ്യ ജീവിതത്തിന്റെ ബാലപാഠങ്ങളെല്ലാം ഒരു വ്യക്തി മനസ്സിലാക്കുന്നത് കുടുംബത്തിൽ നിന്നാണ്. നമ്മളൊക്കെ ഇന്ന് എന്തായിരിക്കുന്നുവോ അത് നാം ജനിച്ച് ജീവിച്ച് വളർന്ന കുടുംബത്തിന്റെ
ചുറ്റുപാടുകളിൽ നിന്ന് ആർജിച്ചെടുത്തതാണ് എന്ന് നമുക്ക് മനസ്സിലാവും. ഓരോ വ്യക്തികളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലേക്കും വ്യാപരിക്കാൻ ആവശ്യമായ ഊർജം സ്വീകരിക്കുന്നത് കുടുംബത്തിൽ നിന്നാണ്. അതൊരു കുടുംബം അതിപ്രധാനപ്പെട്ട ഒന്നാണ്. ഓരോ സമൂഹത്തിന്റെയും ജീവകോശമാണ് കുടുംബം. ഈ ലോകത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജീവകോശം ഏതാണെന്ന് ചോദിച്ചാൽ അത് കുടുംബമാണ്. കുടുംബം നഷ്ടപ്പെട്ടു പോയാൽ, കുടുംബത്തിൻ്റെതായ രീതിയിൽ ജീവിക്കാൻ മറന്നുപോയാൽ ഈ ലോകത്തിന്റെ ഗതിവിഗതികൾ മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പൊ കുടുംബം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ സഭ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് കുടുംബം ഒരു ഗാർഹിക സഭയാണെന്നാണ്. സഭയുടെ ഏറ്റവും സൂക്ഷ്മമായ പതിപ്പാണ്, സൂക്ഷ്മമായ രൂപമാണ് കുടുംബം എന്ന് പറയുന്നത്. സഭയെ ഒരർത്ഥത്തിൽ അതിന്റെ എല്ലാ പൂർണ്ണതയോടും കൂടി കാണാനായിട്ട് ഓരോ കുടുംബവും നമ്മെ സഹായിക്കുന്നു എന്ന് നാം തിരിച്ചറിയുകയാണ്. അപ്പൊ നമ്മുടെ സഭയെക്കുറിച്ച് രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് ശേഷം ഏറ്റവും മനോഹരമായ ഒരു പദമാണ് കുടുംബം ഒരു ഗാർഹിക സഭയാണ്. നമ്മുടെ കുടുംബത്തെ നോക്കി നമുക്ക് നിരന്തരം പറയാനാവുന്ന, അഭിമാനത്തോടെ നമ്മുടെ കുടുംബത്തെ പങ്കുവെക്കാനാവുന്ന ഒരു പേരാണ് നമ്മുടെ കുടുംബം ഗാർഹിക സഭയാണ് എന്നുള്ളത്. ഗാർഹിക സഭയാകുന്ന ഈ കുടുംബം ആ ഗാർഹിക സഭയുടെ എല്ലാ നന്മകളോടും എല്ലാ ചൈതന്യത്തോടും എല്ലാ ശ്രേഷ്ഠതയോടും കൂടെ നാം മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഇത് കഴിഞ്ഞ ഇടയ്ക്ക് ഹോളി ഹോം കുടുംബാംഗങ്ങളെല്ലാം 3 ദിവസത്തെ തീർത്ഥാടനത്തിന് പോയപ്പോൾ മണൽ മാതാവിന്റെ അവിടെ വെച്ച്, തമിഴ്നാട്ടിൽ അവിടെ വെച്ച് എടുത്ത ചിത്രമാണ് ഇത്. അങ്ങനെ ഓരോ കൊച്ചു കുടുംബങ്ങളും ഒരുമിച്ച് വന്ന് വലിയ കുടുംബങ്ങളായിത്തീരുന്ന ഇടവകയാകുന്ന കുടുംബം, രൂപതയാകുന്ന കുടുംബം, ഓരോ പ്രത്യേക റീത്താകുന്ന കുടുംബം, സാർവത്രിക സഭയാകുന്ന കുടുംബം. ആ കുടുംബത്തെ നാം ക്രൈസ്തവമായ ദർശനത്തിൽ കാണുമ്പോൾ കുടുംബം ഒരു ദേവാലയം എന്ന ഏറ്റവും മനോഹരമായ ചിത്രമാണ്. അത് നമ്മൾ പുൽക്കൂട്ടിലെ കുറിച്ച് നമ്മൾ ബത്ലഹേമിലേക്ക് എന്ന ഒരു പ്രോഗ്രാമിലൂടെ നമ്മൾ ക്രിസ്മസിന് ഒരുക്കമായി 23 ദിവസം ഒരുങ്ങി. ഒരു പുൽക്കൂടിന്റെ പശ്ചാത്തലമാണ് ഇവിടെ ഈ ചിത്രം ഉള്ളത്. ഓരോ കുടുംബവും ഇപ്രകാരം ദേവാലയമായി രൂപപ്പെടുന്ന ഒന്നാണ്. എന്താണ് ദേവാലയം എന്ന് നാം പറയുമ്പോൾ ഓർമ്മപ്പെടുത്തുന്നത്? ഒരു ഇടം ദേവാലയമാകണമെങ്കിൽ ഒന്നാമതായി ആ ഇടം കൂദാശ ചെയ്യപ്പെടുന്നു. രണ്ടാമതായി ആ ഇടത്തിൽ കൂദാശകൾ പരികർമ്മം ചെയ്യപ്പെടുന്നു. ഇത് രണ്ടും ദേവാലയം എന്ന കാഴ്ചപ്പാടിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. വെറുതെ ഒരു 4 കെട്ടിടങ്ങൾ, 4 ചുമരുകൾ കൂടി ചേർന്നാൽ ദേവാലയമാകില്ല. പുതിയ ആർട്ട് വർക്കുകൾ ഉണ്ടായതുകൊണ്ട് ദേവാലയമാവില്ല. ഏറ്റവും പുതിയ പെയിന്റിങ്ങോ സെറ്റിങ്സോ ഒക്കെ ഉള്ളത് കൊണ്ടും ദേവാലയമാവില്ല. ദേവാലയമാകുന്നത് ഒരിടത്തെ ദേവാലയമായി കൂദാശ ചെയ്യുന്നു എന്നുള്ളതാണ്. രണ്ടാമതായി അത് ദേവാലയമായി വളരുന്നത് അവിടെ നിരന്തരം കൂദാശകൾ പരികർമ്മം ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ കുടുംബം ഒരു ദേവാലയം എന്ന് പറയുമ്പോൾ അടിസ്ഥാനപരമായ ഒരു കാര്യം സഭ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. നമ്മുടെ കുടുംബത്തിൽ ഒരു കൗദാശികമായ മാനമുണ്ട്, ഒരു കൂദാശ പരികർമ്മം ചെയ്യപ്പെടുന്ന ഒരു ഇടമുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിന്റെ അടിസ്ഥാനപരമായ ഒരു കാര്യം ഈ കൂദാശ പരികർമ്മത്തിന്റെ മേഖലയാണ്. സഭാപിതാക്കന്മാർ, സഭയുടെ പ്രബോധനങ്ങൾ, കാലാകാലങ്ങളിൽ സഭയെ നയിച്ച പിതാക്കന്മാർ എല്ലാവരും നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം, രണ്ടാം വത്തിക്കാൻ കൗൺസിൽ എല്ലാം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഓരോ കുടുംബത്തിലും ദമ്പതികൾ കിടന്നുറങ്ങുന്ന കട്ടിൽ അത് അൾത്താരയ്ക്ക് സമമാണ്. ദമ്പതികൾ ആ അൾത്താരയിൽ അവരുടെ ശരീരങ്ങളെ പരസ്പരം സ്നേഹത്തോടും വിശ്വാസത്തോടും വിശുദ്ധിയോടും കൂടെ ആത്മസമർപ്പണം ചെയ്യുന്ന ആ ദാമ്പത്യ ധർമ്മ നിർവഹണമാണ് കുടുംബത്തിന്റെ വളരെ പ്രധാനപ്പെട്ട കൗദാശികമായ മാനം എന്ന് പറയുന്നത്. സ്ത്രീയെയും പുരുഷനെയും ദൈവം ഒരുമിച്ച് ചേർക്കുന്നു. ദേവാലയത്തിൽ വെച്ച് കൂദാശകളിലൂടെ അവരെ കൂട്ടിച്ചേർക്കുന്നു. അങ്ങനെ കൂട്ടിച്ചേർക്കുന്ന ആ കൂദാശ പൂർത്തിയാകുന്നത് ദമ്പതികൾ നിർവഹിക്കുന്ന അവരുടെ ദാമ്പത്യ ധർമ്മ നിർവഹണത്തിലൂടെയാണ്, അല്ലെങ്കിൽ അവരുടെ ശാരീരികമായ ലൈംഗിക ബന്ധത്തിലൂടെയാണ് എന്ന് സഭ ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് തന്നെ ഒരു വിവാഹമല്ലെന്ന് സാധൂകരിക്കാൻ, ദമ്പതികൾ വിവാഹം കഴിഞ്ഞിട്ട് 6 മാസമായി ഇതുവരെ ശാരീരികമായി ബന്ധപ്പെട്ടിട്ടില്ലെങ്കിൽ
അവർ ശാരീരികമായി ബന്ധപ്പെടാൻ ശേഷിയില്ലാത്തവരാണെങ്കിൽ ആ വിവാഹം അസാധുവാണെന്ന് സഭ എളുപ്പം പ്രഖ്യാപിക്കും. അതുകൊണ്ട് കുടുംബം ദേവാലയം എന്ന് പറയുന്ന കാഴ്ചപ്പാടിൽ ക്രിസ്തു തന്നെ ആത്മസമർപ്പണം ചെയ്തതുപോലെ, സ്വയം സമർപ്പിച്ചതുപോലെ, സ്വയം ശൂന്യവൽക്കരിച്ചതുപോലെ ഓരോ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നവരും തങ്ങളെ തന്നെ പരിപൂർണമായി ആത്മസമർപ്പണം ചെയ്യുന്ന, സമർപ്പിക്കുന്ന, തങ്ങളെ ഇല്ലാതാക്കുന്ന ഏറ്റവും മനോഹരമായ ഒരു ദൗത്യ നിർവഹണമാണ് നമ്മുടെ ഓരോ കുടുംബങ്ങളിലും നിർവഹിക്കപ്പെടുന്ന കൂദാശയാകുന്ന ദാമ്പത്യ ധർമ്മ നിർവഹണമെന്ന് സഭ ഓർമ്മപ്പെടുത്തുകയാണ്. അത് അൾത്താരയാണ്, അവിടെ ഒരു ആത്മസമർപ്പണമുണ്ട്. അതുകൊണ്ട് പഴമക്കാർ, കാരണവന്മാർ, സഭ നമ്മെ ഓർമ്മപ്പെടുത്തും, ദമ്പതികൾ ഒരിക്കലും രണ്ടിടത്ത് കിടന്നുറങ്ങരുത്. ഒരുമിച്ചൊരു കട്ടിലിൽ ജീവിത അവസാനം വരെ ഒരുമിച്ചുറങ്ങേണ്ടവരാണ്, സ്നേഹത്തോടെ ചേർന്ന് കിടക്കേണ്ടവരാണ്, അവരുടെ ജീവിതം ആത്മസമർപ്പണം നടത്തേണ്ടവരാണ് കുടുംബം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട് നമ്മെ, ദമ്പതികൾ ഇരുവരും ഒരുമിച്ച് ആലോചിച്ച് കുറച്ചു കാലത്തേക്കല്ലാതെ ഈ ഒരു ദാമ്പത്യ ധർമ്മ നിർവഹണത്തിൽ നിന്ന് മാറി നിൽക്കരുത്. വളരെ ഏറെ നാൾ അങ്ങനെ പോയാൽ അവിടെ തിന്മ കയറാൻ, പിശാച് കയറാൻ സാധ്യതയുണ്ടെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പം ഒന്നാമതായി കുടുംബം ഒരു ദേവാലയം എന്ന വളരെ മനോഹരമായ സഭയുടെ കാഴ്ചപ്പാടിൽ നാം ഓരോരുത്തർക്കും അഭിമാനപൂർവ്വം കർത്താവിന് നന്ദി പറയാം. കാരണം നമ്മുടെ കുടുംബത്തെ ദേവാലയമായി അവിടുന്ന് കൂദാശ ചെയ്തു. അനുദിനം ഈ കൗദാശികമായ മാനത്തിൽ വളരാൻ അവിടുന്ന് നമുക്ക് കൃപ തരുന്നു. ഒരു പുരോഹിതൻ ജീവനില്ലാത്ത അപ്പവും വീഞ്ഞും കൂദാശകളിലൂടെ ദൈവത്തിന്റെ ശരീരവും രക്തവുമാകുന്ന അതിശ്രേഷ്ഠമായ ജീവനിലേക്ക് ആ അപ്പവും വീഞ്ഞും മാറുന്നത് പോലെ കുടുംബം അടിസ്ഥാനപരമായി സ്നേഹിക്കാനും ജീവൻ നൽകാനുമുള്ള വലിയ ദൗത്യവും ഉത്തരവാദിത്വവും കൃപയും ഈ വിവാഹം എന്ന കൂദാശയിലൂടെ നാം സ്വീകരിച്ചെടുക്കുകയാണ്. അപ്പം നമ്മൾ ഓരോ ദമ്പതികളും അവരുടെ ദാമ്പത്യ ധർമ്മ നിർവഹണത്തിലൂടെ സ്നേഹത്തിൽ ഉത്തരോത്തരം പ്രകാശിതമാവുകയും പുതിയൊരു ജീവനിലേക്ക് തങ്ങളെ തന്നെ തുറന്നു കൊടുക്കുകയും അങ്ങനെ ദൈവം ജീവിതത്തിൽ നൽകുന്ന മക്കളെ മുഴുവൻ സ്വീകരിക്കാൻ തക്കവിധം അവർ ആത്മസമർപ്പണമുള്ളവരായി മാറുകയും ചെയ്യുന്നു എന്നത് നമ്മെ സംബന്ധിച്ച് കുടുംബജീവിതത്തിലേക്ക് വിളിക്കപ്പെട്ട നാം ഓരോരുത്തരും ഏറെ അഭിമാനത്തോടും സന്തോഷത്തോടും സ്നേഹത്തോടും കൂടെ നിരന്തരം ധ്യാനിക്കേണ്ട ധ്യാനവും ജീവിക്കേണ്ട ജീവിതവുമാണെന്ന് സഭ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അടുത്തതായി കുടുംബം ദേവാലയം എന്നതുപോലെ തന്നെ കുടുംബം ഒരു വിദ്യാലയം എന്ന അതിമനോഹരമായ ചിന്ത സഭാപിതാക്കന്മാർ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഈ ലോകത്തിൽ ജീവിച്ച് കടന്നു വരുന്ന ഓരോ കുടുംബവും ആ കുടുംബത്തിൽ ജനിച്ചു വരുന്ന ഓരോ മനുഷ്യജീവനും എത്ര നാളുകൾ കൊണ്ടാണ് വിവിധങ്ങളായ അനുഭവങ്ങൾ, അറിവുകൾ, വിദ്യകൾ അവർക്ക് പകർന്നു കൊടുക്കുന്നത്. ഒരു കുഞ്ഞ് ജനിച്ചു വളർന്നു വരുമ്പോഴേ നടക്കാൻ പഠിക്കുന്നില്ലല്ലോ. ഒരു കുഞ്ഞ് ജനിച്ചു വീഴുമ്പോഴേ ഭക്ഷിക്കാൻ പഠിക്കുന്നില്ലല്ലോ. ആദ്യമേ അമ്മയുടെ മുലപ്പാൽ നുണഞ്ഞു കുടിക്കുന്ന കുഞ്ഞ് സാവധാനം കുറുക്കും കൊച്ചു കൊച്ചു ഭക്ഷണങ്ങളും കൊടുത്ത് വളരുന്ന ആ കുഞ്ഞിനെ എത്രയോ നാളുകളെടുത്താണ് അമ്മയും കുടുംബത്തിലുള്ളവരും മാതാപിതാക്കളും സഹോദരങ്ങളും ഒക്കെ ചേർന്ന് ഭക്ഷണം വേണ്ട വിധം വാരി കഴിക്കാൻ പരിശീലിപ്പിക്കപ്പെടുന്നത്. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കൈ കഴുകണമെന്ന് അവരെ പഠിപ്പിക്കുന്നുണ്ട്. ഒരു ടോയ്ലറ്റ് വിദ്യാഭ്യാസം തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എത്ര സമയമെടുത്ത് എത്ര നാളുകൾ കൊണ്ടാണ് നാം പറഞ്ഞു കൊടുക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അതെല്ലാം കുടുംബത്തിന്റെ ഭൗതികമായ ഒരു അർത്ഥത്തിലുള്ള വിദ്യാഭ്യാസമാണ്. മാതാപിതാക്കൾ പ്രഥമ അധ്യാപകരാണ്, കുടുംബം പ്രഥമ വിദ്യാലയമാണ്. അങ്ങനെ പ്രഥമ വിദ്യാലയമായ നമ്മുടെ കുടുംബത്തിൽ സഭ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് വിശ്വാസത്തിന്റെയും സന്മാർഗത്തിന്റെയും ഒക്കെ പ്രഥമ പാഠങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ട ഇടമാണ് കുടുംബം എന്ന് പറയുന്നത്. വിശ്വാസത്തിന്റെ പ്രബോധകരും മാതൃകകളുമാണ് മാതാപിതാക്കൾ എന്ന് പറയുന്നത്. മാതാപിതാക്കൾ വിശ്വാസത്തിന്റെ പ്രഥമ അധ്യാപകരാണ്. എന്താണ് ഈ കുടുംബമാകുന്ന വിദ്യാലയത്തിൽ മാതാപിതാക്കളാകുന്ന അധ്യാപകർ പങ്കുവെച്ചു കൊടുക്കുന്നത്? അത് സ്നേഹത്തിന്റെ പാഠങ്ങളാണ്. അത് വിശ്വാസത്തിന്റെ അടിത്തറയിൽ ഉറപ്പിക്കപ്പെടുകയാണ്. വിശുദ്ധിയുടെ ജീവിതത്തിൽ വളരാൻ കുഞ്ഞുങ്ങളെ തങ്ങളുടെ ജീവിതം കൊണ്ട് സഹായിക്കുകയാണ്.
എല്ലാ സന്മാർഗങ്ങളും അവരുടെ ജീവിതത്തിൽ കൊടുത്ത് അത് ജീവിക്കാൻ പരിശീലിപ്പിക്കുകയാണ്. അപ്പം ക്രൈസ്തവ മാതാപിതാക്കൾ എന്ന നിലയിൽ വളരെ ആഴമായ ഒരു ദൗത്യം നമുക്കുണ്ട്. ദേവാലയമാകുന്ന നമ്മുടെ കുടുംബത്തിൽ ദൈവം നൽകുന്ന കുഞ്ഞുങ്ങളെ ഓരോരുത്തരെയും ആ ദേവാലയത്തിന്റെ പരിശുദ്ധിക്കും സ്നേഹത്തിനും വിശ്വാസത്തിനും സന്മാർഗത്തിനും അനുസരിച്ച് വളർത്താൻ ദൈവം തൻ്റെ കുഞ്ഞിനെ നമ്മുടെ കയ്യിൽ ഏൽപ്പിക്കുകയാണ്. ഓരോ മാതാപിതാക്കളും അവർക്ക് പറ്റുന്ന വിധത്തിൽ ഒരു കുഞ്ഞിന് ജന്മം നൽകുകയല്ല. ദൈവത്തിന്റെ മനസ്സിന് ഇണങ്ങിയ കുഞ്ഞിനെ, ദൈവത്തിന്റെ മകനെ, മകളെ ഒരു മാതാപിതാക്കൾ അപ്പന്റെ അമ്മയുടെ കയ്യിൽ, ക്രൈസ്തവ ദമ്പതികളുടെ കയ്യിൽ ഏൽപ്പിക്കുമ്പോൾ ദൈവത്തിന്റെ മനസ്സറിഞ്ഞ് ദൈവമകനായി മകളായ കുഞ്ഞിനെ വളർത്താനുള്ള ദൗത്യം ക്രൈസ്തവ കുടുംബങ്ങളിൽ ദൈവം ഏൽപ്പിക്കുന്നു എന്നത് നമ്മെ സംബന്ധിച്ച് സന്തോഷത്തോടെ ഓർക്കാവുന്ന യാഥാർത്ഥ്യമാണ്. ദൈവം ഇത്രമാത്രം വിശ്വസിച്ച് നമ്മളെ ഇത് ഏൽപ്പിക്കുന്നു. ദൈവത്തിലേക്കുള്ള സ്നേഹത്തിലേക്ക് വളരാനും പരസ്നേഹത്തിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ അവരുടെ ജീവിതത്തിൽ ഉയർത്താനും സ്വയം സ്നേഹിച്ചു വളരുന്നതിൽ അവരെ ശക്തിപ്പെടുത്താനുമൊക്കെ മാതാപിതാക്കൾ എന്ന നിലയിൽ, പ്രഥമ അധ്യാപകർ എന്ന നിലയിൽ നമുക്ക് ഉത്തരവാദിത്വവും ദൗത്യവും ഉണ്ടെന്ന് സഭ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. വിശുദ്ധ ഗ്രന്ഥം നമ്മളെ പഠിപ്പിക്കുന്നു. സഭയുടെ പ്രബോധനങ്ങൾ നമ്മളെ ആ വഴിയിലൂടെ കൊണ്ടുചെന്നെത്തിക്കുകയാണ്. ഇങ്ങനെ പ്രഥമ അധ്യാപകരുടെ വിദ്യാലയമാകുന്ന കുടുംബം അത് സ്നേഹത്തിന്റെ ഉറവിടമാണ് എന്ന് സഭ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ വിദ്യാലയത്തിൽ, ഈ ദേവാലയമാകുന്ന കുടുംബത്തിൽ എന്താണ് നട്ട് നനച്ച് വളർത്തപ്പെടേണ്ടത്, എന്താണ് അവിടെ ഫലം ചൂടേണ്ടത്? അത് സ്നേഹമാണ്. ആത്മാവിന്റെ ഫലങ്ങളെക്കുറിച്ചെല്ലാം പറഞ്ഞു വെക്കുമ്പോൾ അവസാനം പറയും സ്നേഹമാണ് സർവപ്രധാനം. സ്നേഹം എല്ലാം ക്ഷമിക്കുന്നു, സഹിക്കുന്നു. സ്നേഹം ദീർഘക്ഷമയുള്ളതാണ്. സ്നേഹം അസൂയപ്പെടുന്നില്ല. സ്നേഹം സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല. സ്നേഹം വിദ്വേഷം വെച്ചു പുലർത്തുന്നില്ല. സ്നേഹം അനീതിയിൽ സന്തോഷിക്കുന്നില്ല. സ്നേഹം സത്യത്തിൽ ആഹ്ലാദം കൊള്ളുന്നു. സ്നേഹം സകലതും സഹിക്കുന്നു, സകലതും പ്രത്യാശിക്കുന്നു, സകലത്തെയും അതിജീവിക്കുന്നു എന്ന അപ്പസ്തോലന്റെ വാക്കുകൾ നമ്മുടെ കുടുംബം സ്നേഹത്തിന്റെ വിളനിലമാകണമെന്ന്, സ്നേഹം വളർന്ന് പന്തലിക്കുന്ന സ്ഥലമാകണമെന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ അടിസ്ഥാനപരമായി സ്നേഹത്തിന്റെ വിദ്യാലയമാണ് കുടുംബമെങ്കിൽ സ്നേഹത്തിന്റെ പ്രഥമ അധ്യാപകരാണ് മാതാപിതാക്കളെന്ന് സഭ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ കുടുംബം ഒരു നഴ്സറിയാണ് എന്നുകൂടി നാം തിരിച്ചറിയുകയാണ്. എന്താണ് ഈ നഴ്സറിയുടെ ശ്രേഷ്ഠത? നഴ്സറി എന്ന് പറയുന്നത് വിവിധങ്ങളായ കാര്യങ്ങളെ ബഡ് ചെയ്യുന്ന ഇടമാണ്. കാട്ടുമുന്തിരിയെ നാട്ടുമുന്തിരിയാക്കാൻ പറ്റുന്നത്, കാട്ടുമാവിനെ നാട്ടുമാവാക്കാൻ പറ്റുന്നത്, ഫലം ചൂടാത്ത ഒരു വൃക്ഷത്തെ നഴ്സറിയിലൂടെ ബഡ് ചെയ്ത് പുതിയ വൃക്ഷങ്ങളാണ്. ഞാൻ ഓർക്കുന്നത് എൻ്റെ ജീവിതത്തിൽ എൻ്റെ അപ്പനും അമ്മയൊക്കെ വളരെ സാധാരണക്കാരായ ഒരു കുടുംബത്തിന്റെ ജീവിതത്തിന്റെ പശ്ചാത്തലത്തിൽ കാർഷിക മേഖലയിൽ വളർന്നവരാണ്. എൻ്റെ അപ്പൻ മരിച്ചുപോയി, അമ്മയുണ്ട്. അപ്പം ഒരിക്കലും എൻ്റെ വീട്ടിൽ വൈകുന്നേരം സന്ധ്യാപ്രാർത്ഥനയുണ്ട്. സാധാരണ കുടുംബത്തിലെ പോലെ സന്ധ്യാപ്രാർത്ഥന ചെയ്യുമ്പോൾ ദൂരെ നിന്നൊരു സ്തുതി ചെല്ലും. പക്ഷെ ഒരിക്കലും എൻ്റെ അപ്പനും അമ്മയും തമ്മിൽ പരസ്പരം സ്തുതിയില്ലെന്ന് ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ഞാൻ പോയി സ്തുതി ചൊല്ലിയിട്ട് അപ്പനും അമ്മയ്ക്ക് ചെറുപ്പകാലത്ത് വളരെ ചെറുപ്പത്തിൽ ഉമ്മ കൊടുത്തിട്ടുണ്ട്. പിന്നെ അങ്ങനെ ഒരു ശീലം ഉണ്ടായിട്ടില്ല. എൻ്റെ അപ്പനും അമ്മയും പരസ്പരം സ്തുതി ചൊല്ലി ഉമ്മ കൊടുക്കുന്ന കണ്ടിട്ടില്ല. പക്ഷെ ഞാൻ ഒരു നവീകരണ അനുഭവത്തിൽ, ജീശൂത്ത് അനുഭവത്തിലൂടെയൊക്കെ വന്ന് ധാരാളം കുടുംബങ്ങളിൽ, പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളിൽ ജീവിക്കാൻ, താമസിക്കാൻ അവസരം ദൈവം തന്നപ്പോ ഒരുപാട് മാതാപിതാക്കൾ സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞ് അവരുടെ മക്കളുടെ മുമ്പിൽ വെച്ച് പരസ്പരം സ്തുതി ചൊല്ലി ഉമ്മ കൊടുക്കുന്നത്, മക്കൾ പോയി സ്തുതി ചൊല്ലി ഉമ്മ കൊടുക്കുന്നത് ഞാൻ കാണാനിടയായി. പലപ്പോഴും കുഞ്ഞുങ്ങൾ രാവിലെ സ്കൂളിലേക്ക് പോകുമ്പോൾ ഈ മാതാപിതാക്കളുടെ അടുത്ത് വന്ന് മുട്ടേക്കുത്തി നിന്ന് അവരുടെ തലയിൽ കൈവച്ച് ഈ മാതാപിതാക്കൾ പറഞ്ഞു വിടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ അപ്പനും അമ്മയും പ്രാർത്ഥിച്ചിട്ടുണ്ടാകും തീർച്ചയായും, പക്ഷെ അങ്ങനെ തലയിൽ കൈവച്ച് എന്നെ പ്രാർത്ഥിച്ചു വിടുന്ന അനുഭവം എനിക്കുണ്ടായിരുന്നില്ല. പക്ഷെ എൻ്റെ കുടുംബജീവിതത്തിലേക്ക് വന്നപ്പോൾ ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ കണ്ട, എൻ്റെ വിവാഹത്തിന് മുമ്പ് കണ്ടിട്ടുള്ള ധാരാളം ഈ കുടുംബങ്ങളുടെ നന്മകൾ ഇന്ന് എൻ്റെ കുടുംബജീവിതത്തിലേക്ക് എനിക്ക് ബഡ് ചെയ്യാൻ പറ്റി, കൂട്ടിച്ചേർക്കാൻ പറ്റി. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ എത്രയേറെ, ഞാൻ എൻ്റെ ചെറിയൊരു ഉദാഹരണം മാത്രം പറഞ്ഞതാണ്, ഇങ്ങനെ എത്രയേറെ കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ കുഞ്ഞുങ്ങളിൽ ബഡ് ചെയ്ത് ഏറെ വിശുദ്ധമായ നന്മയായ ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ അവരെ സഹായിക്കുന്നത്. കുടുംബത്തിൽ അല്ല, മറ്റൊരിടത്ത് നടക്കില്ല.
കുടുംബത്തിൽ പുറത്തു നിന്ന് വരുന്ന പാവപ്പെട്ട ഒരു മനുഷ്യന് സഹായം ചോദിച്ചു വരുമ്പോൾ ഒരു കുഞ്ഞിന്റെ കയ്യിൽ ഒരു 10 രൂപ കൊടുത്തിട്ട് ഇത് ആ പാവപ്പെട്ട ആൾക്ക് കൊടുക്കുക, ആ കുഞ്ഞിനിൽ ആ ആളിൽ ഈശോയെ കാണ് എന്ന് പറഞ്ഞൊക്കെ നമ്മൾ ആ കുഞ്ഞിനെ കൊണ്ട് പലതവണ കൊടുപ്പിക്കുമ്പോൾ ഒരു ബഡ്ഡിങ് നടക്കുകയാണ്. പള്ളിയിൽ ചെന്ന് കുരിശു വരച്ച് കൈകൂപ്പി ശിരസ് നമിക്കാൻ നാം കുഞ്ഞിനെ പലതവണ ഓർമ്മപ്പെടുത്തുമ്പോൾ ഒരു ബഡ്ഡിങ് നടക്കുകയാണ്. യാത്രയിലൂടെ കടന്നു പോകുമ്പോൾ ദേവാലയം കാണുമ്പോൾ ശിരസ് നമിച്ച് ഒന്ന് ആചാരം ചെയ്യുവാൻ നാം കുഞ്ഞിന് പറഞ്ഞു കൊടുക്കുമ്പോൾ ഒരു ബഡ്ഡിങ് നടക്കുകയാണ്. മുതിർന്നവരെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കാൻ, അവർക്ക് സീറ്റ് കൊടുക്കാൻ, ഇങ്ങനെ എത്രയോ ആയിരക്കണക്കിന് നന്മകളെ ബഡ് ചെയ്തെടുക്കാൻ, ക്രൈസ്തവ പുണ്യങ്ങളെ ബഡ് ചെയ്ത് ചേർക്കാൻ, അതിവിശുദ്ധമായ ജീവിതത്തെ ബഡ് ചെയ്ത് ചേർക്കാൻ നമുക്കാകും. ഇങ്ങനെ ബഡ് ചെയ്തതിന്റെ ഭരണഫലമാണ് ഈ ലോകത്ത് ഇന്നോളം ജനിച്ചു വളർന്നിട്ടുള്ള എല്ലാ വിശുദ്ധരും. അവർ കുടുംബത്തിന്റെ പശ്ചാത്തലത്തിലാണ് ജനിച്ചത്, ഒരു മാതാപിതാക്കളുടെ ശിക്ഷണത്തിലാണ് അവർ വളർന്നത്. ആ മാതാപിതാക്കൾ നൽകിയ ക്രൈസ്തവമായ വിശ്വാസ പരിശീലനവും ഏറ്റവും ഗുണപ്രദമായ ബഡ്ഡിങ്ങും ഒക്കെ കൂടിയാണ് നാം കണ്ടുമുട്ടുന്ന എല്ലാ വിശുദ്ധരുടെയും ജീവിതത്തിൽ ഇത് സംഭവിച്ചത് എന്ന് നമുക്കറിയാവുന്ന യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിൽ വിശുദ്ധരെ ബഡ് ചെയ്തെടുക്കുന്ന, വിശുദ്ധമായ ചിന്തകളെ ബഡ് ചെയ്യുന്ന, വിശുദ്ധമായ കാഴ്ചപ്പാടുകളെ ബഡ് ചെയ്തെടുക്കുന്ന, വിശുദ്ധ ജീവിതങ്ങളെ ബഡ് ചെയ്യുന്ന ഇടമാണ് കുടുംബമെന്ന് മറക്കാതിരിക്കാം. സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും സാന്നിധ്യമായി നമ്മുടെ കുടുംബത്തെ നാം മാറ്റുന്നത് ഈ ബഡ്ഡിങ്ങിലൂടെയാണ്, ഈ ചേർത്ത് വെക്കലിലൂടെയാണ് എന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട്. അതായത് കുടുംബത്തെ കുറിച്ച് പറയുന്ന മറ്റൊരു അതിമനോഹരമായ ചിന്ത, ക്രൈസ്തവ ദർശനം, കുടുംബം ദൈവം ജനിച്ചു വളരുന്ന ഇടം എന്നാണ്. ഓരോ കുടുംബത്തിലും ജനിച്ചു വീഴുന്നത് ആരാണ്? ദൈവം തന്നെയാണ്. നമുക്കറിയാം ഈ ലോകത്തിൽ നമ്മെ പോലെ ആരെങ്കിലും ഉണ്ടോ? ഇപ്പൊ ഞാൻ പറഞ്ഞാൽ പെട്ടെന്ന് പറയാം, എന്നെ പോലെ എൻ്റെ ട്വിൻ ബ്രദർ ഉണ്ട്. എൻ്റെ കുടുംബത്തിൽ ഇരട്ടകളായിട്ട് എൻ്റെ ജീവിത പങ്കാളിയും എൻ്റെ ട്വിൻ ബ്രദറിന്റെ ജീവിത പങ്കാളിയും ഇരട്ടകളാണ്, ഐഡന്റിക്കൽ ട്വിനാണ്. എൻ്റെ കുഞ്ഞുങ്ങൾ ഐഡന്റിക്കൽ ട്വിനാണ്. എനിക്ക് തന്നെ കണ്ടാൽ തിരിച്ചറിയില്ല. പക്ഷേ നാം ഓരോരുത്തരുടെയും ഈ ഫിംഗർ പ്രിന്റ്, നാം ഓരോരുത്തരുടെയും കണ്ണിന്റെ ഐഡന്റിഫിക്കേഷൻ, ഭാരതത്തിൽ പറയുമ്പോൾ ആധാർ, ഈ ഐഡന്റിഫിക്കേഷൻ ഈ ലോകത്തിൽ വേറെ ആർക്കെങ്കിലും ഉണ്ടോ? നമ്മെ പോലെ വേറെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല എന്നതാണ് സത്യം. നമ്മളെ പോലെ ഈ ലോകത്തിൽ ഇന്ന് വരെ വേറൊരാൾ ജനിച്ചിട്ടില്ല. ഇനി ഒരിക്കലും ഒരു കാലത്തും നമ്മെ പോലെ ഒരാൾ ഉണ്ടാവുകയുമില്ല. എങ്ങനെയാണ് ഇത്ര അനന്യമായി, ഇത്ര വ്യക്തമായി നാം രൂപപ്പെട്ടത്? ജോൺ പോൾ പാപ്പ പറയുന്ന ഒരു മനോഹരമായ ചിന്തയുണ്ട്. അത് അദ്ദേഹം 190 ദിവസങ്ങളിലൂടെ നടത്തിയ പ്രഭാഷണ പരമ്പരയുടെ ഭാഗമായി വന്ന ചിന്തയാണ്. അത് അദ്ദേഹം പറയുന്നത്, ഓരോ ഗർഭിണികളെയും കാണുമ്പോൾ നാം വളരെ ആദരവോടെ നിൽക്കണം. കാരണം ആ ഗർഭിണിയായ സ്ത്രീയുടെ ഉള്ളിൽ ദൈവം താമസിക്കുന്നുണ്ട്. അങ്ങനെ ദൈവം ഓരോ ദിവസവും തനിക്കിഷ്ടപ്പെട്ട ഒരു കുഞ്ഞിനെ, ഒരു പുത്രനെ, പുത്രിയെ മെനഞ്ഞെടുക്കുകയാണ്. ശരീരത്തിന്റെ ദൈവശാസ്ത്രം എന്ന അദ്ദേഹത്തിന്റെ ചിന്തയിലൂടെ കടന്നു പോകുമ്പോൾ അദ്ദേഹം പറയുന്ന മനോഹരമായ വാക്കുകളാണ്. അതെ, സത്യമായും അങ്ങനെ തന്നെയാണ്. നമ്മുടെയൊക്കെ അമ്മയുടെ ഗർഭപാത്രത്തിൽ നാം ഉരുവാക്കപ്പെടുമ്പോൾ അവിടെ വന്ന് താമസിച്ച് 8-9 മാസക്കാലം കൊണ്ട് വളരെ വ്യത്യസ്തമായി, ഇതിനു മുമ്പ് ഒരിക്കലും ജനിച്ചിട്ടില്ലാത്ത വിധം, ഇനി ഒരിക്കലും ഉണ്ടാകാൻ ഇടയില്ലാത്ത വിധം അനന്യമായി നമ്മളെ സൃഷ്ടിച്ചു എന്നത് ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പ്രവൃത്തിയാണ്. അതുകൊണ്ട് ഓരോ കുഞ്ഞും ദൈവമാണ്, ദൈവ സാന്നിധ്യമാണ്. അതുകൊണ്ട് തന്നെ സഭ ഓർമ്മപ്പെടുത്തുന്നു, ദൈവം നൽകുന്ന മക്കളെ മുഴുവൻ സ്വീകരിക്കാൻ തക്ക വിധമുള്ള ഒരു തുറവി, ഒരു വിശാലത, ഒരു സമർപ്പണം നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകണം. ഒരുപക്ഷെ ഇന്നത്തെ നമ്മുടെ കുടുംബത്തിൽ വന്നുപോയ വലിയൊരു അപകടം, നമ്മൾ 1-ലും 2-ലും നമ്മുടെ സുഖപ്രദവും സൗകര്യപ്രദവുമായ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ ജോലിയും മറ്റ് സൗകര്യങ്ങളെയും മുൻനിർത്തി ദൈവം തരുന്ന കുഞ്ഞുങ്ങളെ വേണ്ട എന്ന് വെക്കുന്ന ഒരു മനസ്സിലേക്ക് ദമ്പതികൾ ഇന്ന് വളർന്നിട്ടുണ്ടെങ്കിൽ, ആ അപകടകരമായ വളർച്ചയെ തിരിച്ച് അതിവിശുദ്ധമായ ദൈവം തരുന്ന മക്കളെ മുഴുവൻ സ്വീകരിക്കുന്ന ഒരു ശ്രേഷ്ഠതയിലേക്ക്, സമർപ്പണത്തിലേക്ക് നമ്മുടെ ദമ്പതികൾ ദാമ്പത്യ ജീവിതം വളരേണ്ടതുണ്ടെന്ന് സഭ ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്കറിയില്ല, ഞാൻ വിവാഹം കഴിഞ്ഞ് എൻ്റെ ഭാര്യയോട് പറഞ്ഞതാണ്, നമുക്കറിയില്ലല്ലോ ദൈവം തരുന്ന 10ാമത്തെ കുഞ്ഞാണോ ദൈവം ഈ ലോകത്തിലടുത്ത മാർപ്പാപ്പയാക്കുന്നത്, ഈ ലോകത്തിൽ ധാരാളം നന്മ ചെയ്യാൻ ദൈവം ഉപയോഗിക്കുന്നത് എന്ന്. നമുക്കറിയാം, ഈ സീറോ മലബാർ സഭയുടെ ശ്രേഷ്ഠ മെത്രാപ്പോലീത്തയായി
റാഫേൽ തട്ടിൽ പിതാവ് വന്നപ്പോൾ പിതാവ് പറഞ്ഞു, ഞാൻ 10 മക്കളിൽ ഏറ്റവും ഇളയവനാണ്. ആ അമ്മ 9 അവസാനിപ്പിച്ചിരുന്നെങ്കിൽ ഇന്ന് സഭയ്ക്ക് വലിയൊരു നന്മ നഷ്ടമാകുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ നമ്മുടെയൊക്കെ ദാമ്പത്യ ജീവിതത്തിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ വേണ്ടെന്ന് വെച്ച ഓരോ കുഞ്ഞും ഈ ലോകത്തിന്റെ ഒരുപാട് വിശുദ്ധിയുടെ സാന്നിധ്യമാകേണ്ടവരായിരുന്നു എന്ന സത്യം കൂടി നാം ഓർക്കണം. അപ്പൊ നമ്മുടെ ഈ ഒരു കൂട്ടായ്മ ഹോളി ഹോം മിനിസ്ട്രി തന്നെ ദൈവം നൽകുന്ന മക്കളെ മുഴുവൻ സ്വീകരിക്കാൻ മാനസികമായും ആത്മീയമായും ഭൗതികമായും ശാരീരികമായും ഒക്കെ അവരെ സഹായിക്കുന്ന വലിയൊരു കൂട്ടായ്മയുടെ ഭാഗമാണ് നമ്മൾ എന്ന കാര്യവും, ദൈവം ഈ ഒരു കൂട്ടായ്മയെ തുടങ്ങിയത് തന്നെ ദൈവത്തിന്റെ ഉൽപ്പത്തി പുസ്തകത്തിലെ അവിടുത്തെ അതിമനോഹരമായ സ്വപ്നം, നിങ്ങൾ പെറ്റുപെരുകി സന്താന പുഷ്ടിയുള്ളവരായി വർദ്ധിച്ച് ഭൂമി കീഴടക്കുമെന്ന ആദ്യ ദമ്പതികൾ കൊടുത്ത കൽപ്പനയെ അതിന്റെ പൂർണ്ണതയിൽ ജീവിക്കാൻ നമ്മുടെ ക്രൈസ്തവ കുടുംബങ്ങളെയെങ്കിലും സഹായിക്കുക എന്ന ദൗത്യം നമ്മുടെ ഈ കൂട്ടായ്മയ്ക്കുണ്ട് എന്നത് പ്രധാനപ്പെട്ടതാണ്. 1677 ആരംഭിച്ച 2 കുടുംബത്തെക്കുറിച്ചുള്ള എനിക്ക് തോന്നുന്നു അമേരിക്കയിൽ നടത്തിയ പഠനമാണ് 300 വർഷങ്ങൾക്ക് ശേഷം 1990 ഈ പഠനം പബ്ലിഷ് ചെയ്തു. അതിൽ ഒരു ദമ്പതികൾ വളരെ മോശമായി ജീവിച്ച യുവാവും യുവതിയും അവർ ദാമ്പത്യ ജീവിതത്തിലേക്ക് വന്നു. അവരുടെ കുടുംബത്തെക്കുറിച്ചും മറ്റൊന്ന് പേര് പറഞ്ഞിട്ടുണ്ട്, സംസ്കാര സമ്പന്നരായ ദൈവവിശ്വാസിയായ എഡ്വേർഡും സാറായും. ഇവരുടെ തലമുറകൾ, മക്കളുടെ മക്കൾ ഇങ്ങനെ 300 വർഷങ്ങൾക്ക് ശേഷം അതിനെക്കുറിച്ച് നടത്തിയ പഠനത്തിൽ വന്നതാണ് വളരെ മോശമായി ജീവിച്ചു എന്ന് പറയുന്ന ആ യുവാവും യുവതിയും ആ ക്രൈസ്തവ കുടുംബത്തിന്റെ, ക്രൈസ്തവ കുടുംബമാണോ നമുക്കറിയില്ല, ആ കുടുംബത്തിന്റെ ജീവിതത്തെ കുറിച്ച് പറയുമ്പോൾ ആകെ 1904 മക്കളെയാണ് കണ്ടെത്താനായത്. അതിൽ അറിയപ്പെടുന്ന കുറ്റവാളികൾ 771 പേരാണ്. വിവിധ കുറ്റത്തിന് അറസ്റ്റിലായവർ 351 കൊലയാളികൾ 49 പേരാണ്. ലൈംഗിക രോഗികൾ 68 മയക്കുമരുന്നിന് അടിമകൾ 203 പേരാണ്. എയ്ഡ്സ് രോഗികൾ 3 പേരാണ്. മോശമായ ജീവിതം നയിച്ചവർ, കുത്തഴിഞ്ഞ ജീവിതം നയിച്ചവർ, ദാമ്പത്യ വിശ്വസ്തതയില്ലാതെ ജീവിച്ചവർ, മദ്യത്തിനും മയക്കുമരുന്നിനും മറ്റ് തെറ്റായ ജീവിതക്രമങ്ങൾക്കും പുറകെ പോയവർ. പക്ഷെ ആ ദമ്പതികളുടെ ജീവിതത്തിലുണ്ടായ മക്കൾ, അവരുടെ മക്കൾ, തലമുറകൾ കടന്നു വന്നപ്പോൾ ഉണ്ടായ ലിസ്റ്റാണിത്. എന്നാൽ ഇപ്പുറത്ത് ദൈവവിശ്വാസികളായ, വിശുദ്ധ ജീവിതം നയിച്ച, ദൈവഹിതപ്രകാരം ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയ എഡ്വേർഡും സാറായും എന്ന് പറയുന്ന ദമ്പതികളുടെ ജീവിതത്തിൽ 1341 പേരാണ് കണ്ടെത്താനായത്. അതിൽ കൂടുതൽ ഉണ്ടാകുമായിരിക്കും 2 കുടുംബങ്ങളിലും. അതിൽ സുവിശേഷ പ്രഘോഷകർ 196 പേരാണ്. സ്കൂൾ കോളേജ് തലങ്ങളിലെ പ്രൊഫസർമാരായത് 583 പേരാണ്. അമേരിക്കയിലെ സെനറ്റർമാരായത് 96 പേരാണ്. 49 പേർ അമേരിക്കയിൽ ജഡ്ജിമാരായി, ഒരാൾ അമേരിക്കയുടെ വൈസ് പ്രസിഡന്റായി. പ്രിയപ്പെട്ടവരെ, ഈ ഒരു കണക്ക് നമ്മുടെ മുമ്പിൽ വെക്കുന്നത് നമ്മുടെ കുടുംബമൊക്കെ എത്ര വിശുദ്ധമാണ്, എത്ര ശ്രേഷ്ഠമാണ്, നമ്മുടെ കുടുംബത്തിനൊക്കെ ഈ ലോകത്തുള്ള ദൗത്യം എത്രമാത്രം ആഴമുള്ളതാണ്. നാം ദൈവത്തോട് ചേർന്ന് നാം മുമ്പ് കഴിഞ്ഞു പോയ ദിവസങ്ങളിലൂടെ കണ്ട അടിസ്ഥാന സുവിശേഷത്തിന്റെ സന്ദേശങ്ങളെ ക്രൈസ്തവ കുടുംബം തങ്ങളുടെ ജീവിതത്തിൽ, കുടുംബത്തിൽ ഉറപ്പിച്ച് അവർ ജീവിക്കുന്നെങ്കിൽ ഈ ലോകം ദൈവരാജ്യമായി രൂപപ്പെടാൻ അധിക നാൾ വേണ്ട. ഈ ലോകത്തെ ദൈവരാജ്യമായി മാറ്റാൻ ക്രൈസ്തവ കുടുംബങ്ങൾക്കുള്ള ദൗത്യം ക്രൈസ്തവ കുടുംബത്തെ സഭ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ കുടുംബം പ്രേക്ഷിത കുടുംബമാണ്, മിഷണറി കുടുംബമാണ്. ജോഷിയച്ചൻ ഈ ചിന്തകളിലേക്ക് കൂടുതൽ നമ്മളെ കൊണ്ടുപോകും. പ്രിയപ്പെട്ടവരെ, നമ്മളെ ഓരോരുത്തരെയും ദൈവം ചേർത്ത് പിടിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ ദൈവമനുഷ്യ സഹകരണത്തോടെ ഈ ലോകത്ത് ദൈവരാജ്യം കൊണ്ടുവരിക എന്ന അതിമനോഹരമായ ദൈവപിതാവിന്റെ സ്വപ്നം ഇന്ന് ഈ ഭൂമിയിൽ പൂവണിയിക്കാൻ ദൈവം ക്രൈസ്തവ കുടുംബത്തിലേക്ക് നമ്മെ ക്ഷണിച്ചു, കൗതാശികമായി നമ്മളെ ചേർത്ത് വെച്ചു. ഈ കുടുംബത്തിന്റെ സമ്പന്നതയും അനന്യതയും നമുക്ക് മറന്നു പോകാതിരിക്കാം. നമുക്ക് നമ്മുടെ കുടുംബത്തെ അതിവിശുദ്ധമായ, അതിശ്രേഷ്ഠമായ പ്രേക്ഷിത കുടുംബമായി വളർത്തുന്നതിൽ നിരന്തരം അഭിമാനിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യാം. പ്രിയപ്പെട്ടവരെ, ഇത്തരത്തിൽ അഭിമാനബോധത്തോടെ, സന്തോഷത്തോടെ, സ്നേഹത്തോടെ, ഈ അപ്പസ്തോലൻ പറയുന്നില്ലേ, അഭിമാനിക്കുന്നവൻ കർത്താവിൽ അഭിമാനിക്കട്ടെ എന്ന്. അഭിമാനിക്കുന്ന ഓരോ ദമ്പതികളും തങ്ങൾക്ക് ലഭിച്ച ക്രൈസ്തവ വിളിയോട്, കുടുംബ ജീവിതത്തോട് അഭിമാനപൂർവം ജീവിച്ചുകൊണ്ട് ഈ പ്രേക്ഷിത ദൗത്യത്തിൽ ആഴപ്പെട്ട് നമുക്ക് വളരാം.
പ്രിയപ്പെട്ടവരെ, അതിനായി നമുക്ക് പരിശ്രമിക്കാം. പ്രത്യേകമായി നമ്മുടെ ഈ ഒരു അവസാന സമയത്ത് അറിയിപ്പുകൾ നമ്മൾ പങ്കുവെക്കും. നമ്മുടെ കുടുംബം, നമ്മൾ ഈ അവധിക്കാലത്ത് നമ്മൾ 5 കുടുംബങ്ങൾ, ഏകദേശം 34 പേരോളം മിഷണറി പ്രവർത്തനത്തിന് പഞ്ചാബ്, ഹിമാചലിലൊക്കെ പോവുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ അതുകൂടി ഓർക്കണം എന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുകയാണ്. താങ്ക് യു. ഷിജു, വളരെ നന്നായിട്ട് കുടുംബത്തെക്കുറിച്ച്, കുടുംബം ഒരു ഗാർഹിക സഭയാണെന്നും, കുടുംബം ദേവാലയമാണെന്നും, കുടുംബം വിദ്യാലയമാണെന്നും, കുടുംബം സ്നേഹത്തിന്റെ ഉറവിടമാണെന്നും, അതൊരു നേഴ്സറി ആണെന്നും, ദൈവം ജനിച്ച് വളരുന്ന സ്ഥലമാണെന്നും, അതിലേറെ എല്ലാം കൂടെ കൂടിച്ചേർന്ന് അതൊരു പ്രേക്ഷിത കുടുംബമാണെന്നും, വിശുദ്ധരെ നിർമ്മിക്കുന്ന ഒരു ഭവനമാണെന്നും ഒക്കെ നമുക്ക് വളരെ സിമ്പിളായിട്ട്, എന്നാൽ വളരെ ചിന്തിക്കത്തക്ക രീതിയിൽ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി. ഷിജു, ഒത്തിരി നന്ദി. ദൈവം കൂടുതൽ അനുഗ്രഹിക്കട്ടെ. ഇങ്ങനെ ഉള്ള നല്ല കാര്യങ്ങൾ സഭയിൽ മനുഷ്യർക്ക്, സഭാ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുവാനായിട്ട് ഷിജുവിനെ ദൈവം കൂടുതൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒത്തിരി നന്നായിരുന്നു. അപ്പോൾ സ്മിത ഇനി നമ്മളെ ഒരു പാട്ടിലേക്ക് നയിക്കുന്നതായിരിക്കും. പ്രൈസ് ലോർഡ്. കുടുംബത്തെ ആധാരമാക്കിയുള്ള ഒരു പാട്ടാണ് കുടുംബം തീമായതുകൊണ്ട്. ഈശോ വസിക്കും കുടുംബം, ഈശോനാഥനായി വാഴും കുടുംബം, ഈശോയിലെന്നും ജീവിതം കാണും വ്യക്തികൾ പണിയും കുടുംബം, സ്നേഹം ധരിക്കും കുടുംബം, സ്നേഹദീപം ജ്വലിക്കും കുടുംബം, സ്നേഹം ധരിക്കും കുടുംബം, സ്നേഹദീപം ജ്വലിക്കും കുടുംബം, സ്നേഹം തുടിക്കുന്ന ജീവിതം പങ്കിടും വ്യക്തികൾ വാഴും കുടുംബം, ഈശോ വസിക്കും കുടുംബം, ഈശോനാഥനായി വാഴും കുടുംബം, ഈശോയിലെന്നും ജീവിതം കാണും വ്യക്തികൾ പണിയും കുടുംബം, സ്വാർത്ഥം ത്യജിക്കാനുമേറെ ത്യാഗ ചൈതന്യം ഉൾക്കൊണ്ടിടാനും, സ്വാർത്ഥം ത്യജിക്കാനുമേറെ ത്യാഗ ചൈതന്യം ഉൾക്കൊണ്ടിടാനും, എല്ലാവർക്കുമെല്ലാമായി തീരാനും സന്നദ്ധരാകും കുടുംബം, ഈശോ വസിക്കും കുടുംബം, ഈശോനാഥനായി വാഴും കുടുംബം, ഈശോയിലെന്നും ജീവിതം കാണും വ്യക്തികൾ പണിയും കുടുംബം. താങ്ക് യു. പ്രൈസ് ലോർഡ്. പ്രൈസ് ലോർഡ്. വളരെ മനോഹരമായിരുന്നു. സ്മിത, ഈശോ വസിക്കുന്ന ഒരു സ്ഥലമാണ്, ഈശോ വസിക്കുന്നതാണ് കുടുംബം എന്നൊക്കെ വളരെ മനോഹരമായിട്ട് ആ ഗാനത്തിലൂടെ നമ്മളെ വീണ്ടും നയിച്ചു. ഇനിയും നമുക്ക് എത്രയും അതിലും മനോഹരമായിട്ടുള്ള ഒരു ക്ലാസ്സാണ് ജോഷിയച്ചൻ നമുക്ക് എടുക്കാൻ പോകുന്നത്. കുടുംബ ജീവിതം, ഫാമിലി ലൈഫിനെ കുറിച്ച് ജോഷിയച്ചൻ നമ്മളോട് ഇപ്പൊ സംസാരിക്കുന്ന ആൾക്കാരിക്കും. അച്ഛൻ റെഡിയാണല്ലോ അല്ലേ? ഓക്കെ കേട്ടോ, റെഡിയാണ്. അച്ഛൻ്റെ ഇത് കഴിയുമ്പോഴ ആശീർവാദം തരാൻ മറക്കരുതേ. ഓക്കെ. പിതാവ് എത്തൂലേ അപ്പോ? പിതാവ് അറിയില്ല, നാട്ടില് സിനഡിന് പോയിരിക്കുകയാണല്ലോ, അപ്പൊ കേറും. ആയതുകൊണ്ട് ഓക്കെ 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 ശരി. പ്രിയപ്പെട്ടവരെ, ദൈവത്തിനോട് നമുക്ക് നന്ദി പറയാം. വളരെ സുന്ദരമായ ഒരു സെഷൻ കുടുംബത്തെ കുറിച്ച് ഷിജു നമുക്ക് എടുത്തു തന്നു. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം മറ്റോ പറഞ്ഞു എന്ന് തോന്നുന്നു, എപ്പോഴോ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞില്ല. ഒരു വധുവും വരനും അവർ വിവാഹിതരാകുന്നത് തന്നെ ഒരു
ടീം ഫോർമേഷൻ, മിഷൻ ടീം ഫോർമേഷൻ വേണ്ടിയാണ്. പ്രേക്ഷിതര മിഷണറി ഫാമിലിയുടെ ആരംഭമാണ് ഒരു കല്യാണ കൂദാശ നടക്കല്. അപ്പോഴ് ഒരു മിഷൻ ടീം ഫോർമേഷൻ. ഈ ദിവസങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് അറിഞ്ഞുകൂടാ, നമ്മുടെ തട്ടിൽ പിതാവ് മേജർ ആർച്ച് ബിഷപ്പായിട്ട് സെലക്ട് ചെയ്ത് തിരഞ്ഞെടുക്കപ്പെട്ട് ഇലക്ട് ചെയ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ അച്ഛൻ മ്യൂട്ടായി പോയേ ജോഷിച്ച. അച്ഛൻ കൈ എടുത്തപ്പോഴോ എവിടെയോ തട്ടിയതാന്ന് തോന്നുന്നു. ഹലോ, കേൾക്കാം. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? നിങ്ങൾക്ക് കേൾക്കാമല്ലോ? കേൾക്കാം. ഓക്കെ, ശരി. അപ്പോഴ് പ്രിയപ്പെട്ടവര്, നമ്മള് അങ്ങനെ പല വീഡിയോസ് തട്ടിൽ പിതാവിൻ്റെതായ പഴയ പ്രീച്ചിങ്സ് പുറത്തിറങ്ങി. അത് ഇന്നലെ ഞാൻ കുറെ പേർക്ക് കാര്യമായിട്ട് ഷെയർ ചെയ്ത ദിവസത്തിൽ അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. പണ്ട് പിതാവ്, എനിക്ക് തോന്നുന്നു നമ്മുടെ ഇവിടെ എമ്മാവൂസിൽ പറഞ്ഞാണെന്നാണ്, അല്ലെങ്കിൽ ഇരിങ്ങാലക്കുട എവിടെ വെച്ച പിതാവ് പറഞ്ഞതാണ്. അതായത് പിതാവിന് ഒരു ഓട്ടോറിക്ഷക്കാരൻ രാത്രി ഒരു ഓട്ടോറിക്ഷക്കാരൻ കണ്ടത് പിതാവിനെ കൊണ്ടുപോയതും ഒക്കെ പറയായിരുന്നു. അത് അദ്ദേഹം ഒരു വചനക്കൂടാരം, ഓട്ടോറിക്ഷയിൽ ആര് കയറിയാലും അദ്ദേഹം ഒരു പാട്ട് പാടും, ഒരു വചനം പറയും, പ്രാർത്ഥിക്കും. അങ്ങനെ ഒരു ഓട്ടോറിക്ഷ തൊഴിലാളി വലിയ മിഷണറിയായി പ്രവർത്തിക്കും. തൻ്റെ തൊഴിലിടം ഈശോയെ പ്രഘോഷിക്കാനായി അതാര് വന്നാലും തൻ്റെ തൊഴിലിടം ഈശോയെ പ്രഘോഷിക്കുന്ന മേഖലയായി അദ്ദേഹം മാറ്റിയിരിക്കുകയാണ്. അദ്ദേഹം അങ്ങനെ പക്ഷേ അതിന്റെ രസകരമായ കാര്യം എന്താന്ന് വെച്ചാൽ, അദ്ദേഹം പള്ളിയിൽ പോകുന്ന ആളായിരുന്നില്ല, വിശ്വാസം ഇല്ലാത്ത ആളായിരുന്നു, കൊടിയ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു. അത് അപ്പനും മകനും ഒക്കെ അങ്ങനെയായിരുന്നു. അതുകൊണ്ട് തന്നെ വിശ്വാസകാര്യമായി അകലെയായിരുന്നു. പക്ഷേ ഈ ആള് തളർന്നുപോയി. 4 വർഷം തളർന്നു കിടന്നു. പക്ഷെ ആ കിടപ്പിൽ മുഴുവൻ അയാളെ ശുശ്രൂഷിച്ചത് അയാളുടെ സ്നേഹമയ്യായ ഭാര്യയാണ്. ആ ഭാര്യയുടെ ശുശ്രൂഷ കൊണ്ട്, സ്നേഹം കൊണ്ട്, വളരെ ശ്രദ്ധാപൂർവകമായ പരിചരണം കൊണ്ട് അയാള് അങ്ങനെ ബെഡ് റിഡനായിട്ട് തന്നെ കിടക്കുകയാണ്. പല ചികിത്സകളും കാര്യങ്ങളും നടത്തി, ഒന്നും ശരിയാവുന്നില്ല. ഒടുവില് ഇവള് പറഞ്ഞു, രോഗികൾക്ക് വേണ്ടിയുള്ള ഒരു ധ്യാനം നടക്കുന്നുണ്ട്, ഒന്ന് അവിടം വരെ പോയാലോ. അപ്പൊ ഇയാള് പോകാൻ തീരുമാനിച്ചു. അതിന് പോകാനോ അല്ലെങ്കിൽ സൗഖ്യം കിട്ടുമെന്നുള്ള ചിന്തയോ അങ്ങനെ ഒന്നും ആയിരുന്നില്ല. മറിച്ച് അദ്ദേഹം ഭാര്യ, തന്നെ ഇത്രമാത്രം കെയർ ചെയ്യുന്ന ഭാര്യ തന്നോടൊരു കാര്യം പറഞ്ഞപ്പോൾ അതിന് പോകുക എന്നുള്ളത് അവളെ സന്തോഷിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് അങ്ങനെയൊക്കെയാണ് ആ ഭാര്യയെ സന്തോഷിപ്പിക്കാനായിട്ട് സാധിക്കുന്നത് എന്നൊറ്റ ചിന്ത കൊണ്ട് മാത്രം അദ്ദേഹം ധ്യാനത്തിന് പോയി. 2 ദിവസം കഴിഞ്ഞപ്പോൾ ആ ധ്യാന സ്ഥലത്ത് ധ്യാനഗുരു വിളിച്ചു പറയുന്നു, നിങ്ങളുടെ അവിടെ കിടപ്പായിട്ട് ഒരാളെ കർത്താവ് സ്റ്റേജിലേക്ക് കൊണ്ടുവരുന്നതായിട്ട് കാണുന്നു എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു പറയുന്നു. നടന്നു വരാനായിട്ട് അവിടുന്ന് ആവശ്യപ്പെടും സ്റ്റേജിലേക്ക്. ആരും പോകുന്നില്ല. അപ്പോ ഭാര്യ ഇയാളോട് പറഞ്ഞു, ചേട്ടാ ആരും പോകുന്നില്ല, അച്ഛനാണെങ്കിൽ വീണ്ടും വീണ്ടും പറയുന്നുണ്ട്, ചേട്ടന്റെ കാര്യമായിരിക്കും പറയുന്നത്, അതുകൊണ്ട് എന്ന് പറഞ്ഞ് അവള് പിടിച്ചു. ഇയാൾ എഴുന്നേറ്റു. അങ്ങനെ ഇവളുടെ കൈക്ക് പിടിച്ച് മെല്ലെ നടന്ന് പിന്നെ സ്റ്റേജിൽ അവിടെ കയറി, അവിടെ എത്തി. അങ്ങനെ ഒരു ജീവിതം, ഉയർത്തെഴുന്നേൽപ്പിന്റെ ഒരു അനുഭവം അദ്ദേഹത്തിനുണ്ട്. അതിനുശേഷമാണ് അദ്ദേഹം പിന്നീട്, അപ്പൊ വലിയൊരു അത്ഭുതമാണ് ജീവിതത്തില് ഈശോ അദ്ദേഹത്തിന് വേണ്ടി ചെയ്തത്. പക്ഷെ ഓർക്കുക, അത് ആ കുടുംബത്തിലെ
ഭാര്യയുടെ പ്രത്യേക താല്പര്യം കൊണ്ട് ആണ് കർത്താവ് അയാളെ ഒരു അവസ്ഥയിൽ നിന്ന്, രോഗിയായിരുന്ന അവസ്ഥയിൽ നിന്ന് ആരോഗ്യമുള്ളയാളായിട്ടും, അതുപോലെ തന്നെ അവിശ്വാസിയായിരുന്ന അവസ്ഥയിൽ നിന്ന് വിശ്വാസമുള്ള ആളായിട്ടും, അതിനപ്പുറത്തേക്ക് തീക്ഷ്ണതയുള്ള ഒരു മിഷണറി ആയി. യു ആർ ഗോയിങ് ടു ബി 7 years. അവള് 6 years പോലും ഇല്ലാത്തവൾ പറഞ്ഞനുസരിച്ച് അവള് കിടന്നുറങ്ങി. നീ ഉറങ്ങുന്നില്ല, ഞാൻ പോവാ, കാരണം എനിക്ക് വിശക്കുന്നുണ്ട്, എനിക്ക് ഞാൻ രോഗിയാണ്, സത്യത്തിൽ ഞാൻ പറയും, മരുന്ന് കഴിച്ചില്ലെങ്കിൽ ഞാൻ ഭാര്യ മരിച്ചു പോകും, അയാളുടെ അയാളോട് സുവിശേഷം പ്രഘോഷിച്ചത് ഭാര്യയാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഭാര്യ പറഞ്ഞ സുവിശേഷം, അല്ലെങ്കിൽ ഭാര്യ അദ്ദേഹത്തെ എത്തിച്ച സുവിശേഷം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കൈകളിലേക്ക് വെച്ചുകൊടുത്ത സുവിശേഷം, ആ സുവിശേഷമാണ് അദ്ദേഹത്തിന്റെ ജോലി മേഖലയിൽ നൂറുകണക്കിന് മനുഷ്യർക്ക് പകർന്നു കൊടുക്കുന്നത്. അപ്പോഴ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക, നമ്മുടെ കുടുംബം പ്രേക്ഷിത രൂപീകരണത്തിനുള്ള വേദിയാണ്. നമ്മുടെ മക്കൾ പ്രേക്ഷിത രൂപീകരണത്തിനുള്ള വേദിയാണ് നമ്മുടെ കുടുംബം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഈ കാര്യം ചർച്ച ചെയ്തതാണ്, അതുകൊണ്ട് അവിടെ നമുക്ക് മാറിപ്പോരാം. ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കുക, കുടുംബം എന്ന് പറയുന്നത് ഒരു ഇട്ടാവട്ടമാണോ? കുടുംബം ഒരു ഇട്ടാവട്ടമാണോ എന്നൊരു ചോദ്യം വലിയൊരു ചോദ്യം തന്നെയാണ്. പലപ്പോഴും കുടുംബം പലർക്കും ഇട്ടാവട്ടമാണ്. ഇട്ടാവട്ടം എന്ന് വെച്ചാൽ ഞാൻ, എൻ്റെ ഭർത്താവ്, എൻ്റെ മക്കളും, എൻ്റെ അപ്പനും അമ്മയും, എൻ്റെ ആങ്ങളമാരും, ഇതാണ് നമ്മളെ സംബന്ധിച്ച് കുടുംബം. അതിൽ തന്നെ ഒരു വീട്ടിൽ താമസിക്കുന്നവരാരൊക്കെയാണ് ഒരു മാത്രം കുടുംബം, ബന്ധുക്കളൊക്കെ പുറത്തു, എങ്കിലും അവരെ വേണമെങ്കിൽ ഉൾപ്പെടുത്താം. അപ്പൊ നമ്മുടെ കുടുംബം എത്തി നിൽക്കുന്നത് നമ്മുടെ ബന്ധുക്കളിലേക്ക് മാത്രം. ഇത് സത്യത്തിൽ ഒരു കുടുംബം അതിന്റെ സാക്ഷാത്കാരം ഉണ്ടാകുന്നത്, കുടുംബം സത്യത്തിൽ ദൈവം രണ്ടുപേരെ യോജിപ്പിക്കുന്നുണ്ട്. അവരുടെ മക്കളിലേക്ക് വളരാനാണ്. ശിശു വളരെ ഭംഗിയായിട്ട് അക്കാര്യം പറഞ്ഞു. ഇപ്പോ റാഫേൽ തട്ടിൽ പിതാവിന്റെ മാതാവ് 10ാമത്തെ കുഞ്ഞിന്റെ കാര്യത്തിൽ അമാന്തം കാണിച്ചിരുന്നെങ്കിൽ ഇന്ന് ഒരു മേജർ ആർച്ച് ബിഷപ്പിനെ സഭയുടെ ഒരു ക്രിട്ടിക്കലായിട്ടുള്ള ഒരു സമയത്ത് കിട്ടുമായിരുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഇപ്പോഴ് രണ്ടുപേരെ കർത്താവ് ഒന്നിപ്പിക്കുന്നത് ഒരു മിഷൻ ടീം ഫോർമേഷൻ ആണ്. പക്ഷെ മിഷൻ ടീം ഫോർമേഷൻ എന്ന് വെച്ചാൽ അതോടൊപ്പം അത് മക്കളിലേക്ക് തുറവിയുള്ള ദമ്പതികളായിട്ട് നിൽക്കുക. അപ്പോ മക്കളിലേക്ക് എത്തി നിൽക്കുന്ന കുടുംബം പോരാ, ബന്ധുക്കളിലേക്ക് എത്തി നിൽക്കുന്ന കുടുംബം. എന്റെ സഹോദരന്റെ അവസ്ഥ എങ്ങനെയാണ്? എന്റെ സഹോദരിയുടെ അവസ്ഥ എങ്ങനെയാണ്? അവിടെ എന്തെങ്കിലും എന്റെ ആവശ്യമുണ്ടോ? ഒന്ന് വിസിറ്റ് ചെയ്യേണ്ടതല്ലേ? പ്രിയപ്പെട്ടവർ, ഇതിനൊക്കെ വളരെ രസകരമായ ബിബ്ലിക്കൽ ഉദാഹരണങ്ങൾ നമുക്കുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. മറിയം ആ ദിവസങ്ങളിൽ തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു എന്നാണ്. എങ്ങോട്ടേക്കാ? ചാർച്ചക്കാരുടെ വീട്ടിലേക്ക്. എത്ര കിലോമീറ്റർ ഉണ്ട്? നസ്രത്ത് നിന്ന് ഐൻകരം വരെ എത്ര കിലോമീറ്റർ ഉണ്ട്? 167 കിലോമീറ്ററുകൾ. 167 കിലോമീറ്ററുകൾ താണ്ടിയാണ് മറിയം ഐൻകരമില് എലിസബത്തിന്റെ ഭവനത്തിൽ എത്തുന്നത്. അന്ന് യാത്രാ സൗകര്യങ്ങളില്ല. പ്രിയപ്പെട്ടവരെ, കുടുംബം എന്നുള്ള അത് ഡിസ്റ്റൻസിന്റെ അല്ല, മറിച്ച് മനസ്സുണ്ടോ എന്നുള്ളതാണ്. സത്യത്തിൽ സ്നേഹം എന്നുള്ളത് കാലിലെ ചിറകാണ് സ്നേഹം. സ്നേഹമുള്ളിടത്ത് നീ എത്തിയിരിക്കും. അത് ഫോണിലൂടെയോ, അത് സന്ദർശനങ്ങളിലൂടെയോ, അത് സഹായങ്ങളിലൂടെയോ എത്തിയിരിക്കും. സ്നേഹം എന്നത് കാലിലെ ചിറക്. കിലോമീറ്ററുകളോ അതൊന്നും ഒരു വിഷയമേ. അപ്പോൾ ഇട്ടാവട്ടമല്ല കുടുംബം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഇതിനെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. കാനായിലെ കല്യാണം വരുന്നു, നമ്മളവിടെ കാണുന്നുണ്ടല്ലോ. എന്താണ്? യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശു ശിഷ്യന്മാരും ക്ഷണിക്കപ്പെട്ടിരുന്നു. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. ശ്രദ്ധേയമാണ് ആ പ്രയോഗം. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു.
മറിയം ആ പരിസരത്തെ എല്ലാ കുടുംബങ്ങളിലേക്കും എത്തി നിന്നവളാണ്. അത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഒരു ഇട്ടാവട്ട സംസ്കാരം വളർന്നു വരുന്ന ഒരു കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് അമേരിക്കയിൽ ജീവിക്കുന്ന നിങ്ങളെ സംബന്ധിച്ച് പ്രിയപ്പെട്ടവരെ, ഒരു ഫ്ലാറ്റില് ഒരു മുറി അല്ലെങ്കിൽ 3-4 മുറികൾ അതിനകത്ത് ഒതുങ്ങി നിൽക്കുന്ന, തൊട്ടപ്പുറത്ത് ആര് താമസിക്കുന്നു, ഇപ്പുറത്ത് ആര് എന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ലാത്ത ഒരു അവസ്ഥ. അത് വളരെ അപകടം പിടിച്ച ഒന്നാണ്. നമ്മുടെ നാട്ടിലും അത് ശക്തമായിട്ട് വളർന്നു വരുന്നു. തൊട്ട് അപ്പുറത്ത് ആര് എന്നറിയാൻ പറ്റാത്ത അവസ്ഥ. പക്ഷെ പലപ്പോഴും നമ്മൾ മലയാളികൾ പോകുന്നിടത്ത് വീണ്ടും നമ്മൾ ഒന്നിച്ചു കൂടാനും ഒന്നിച്ചു വരാനും നമുക്ക് ഇങ്ങോട്ട് പോകാനൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. വളരെ നല്ല കാര്യം. നോക്കൂ, കുടുംബം, മറിയത്തെ നോക്കുക. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. വല്ല ആവശ്യമുള്ള കാര്യമാണോ മറിയത്തിന് അവിടുത്തെ കല്ലറയിൽ പോയി നോക്കേണ്ട കാര്യമുണ്ടോ? നമ്മുടെ ഇന്നത്തെ ചിന്താഗതി വെച്ചാണെങ്കിൽ അത് സ്വകാര്യതയിലേക്കുള്ള ഒളിഞ്ഞു നോട്ടമല്ലേ? നോക്കൂ, ആ കലവറയിലേക്കുള്ള മറിയത്തിന്റെ നോട്ടം സ്വകാര്യതയിലേക്കുള്ള ഒളിഞ്ഞു നോട്ടമാണ്. നോക്കൂ, ദൈവം എത്ര നല്ലവനാണ്, എത്രയോ സുന്ദരമായിട്ടാണ് ദൈവം നമ്മളെയൊക്കെ പരസ്പരം ബന്ധിതരായി സൃഷ്ടിച്ചത്. ഇത് മാത്രമല്ല, നിങ്ങൾ 128 സങ്കീർത്തനം ഒന്ന് വായിച്ചു നോക്കണം. 128 സങ്കീർത്തനം എന്താ പറയുന്നത്? അവിടെ ഒരു കുടുംബം ഒരു സങ്കീർത്തനം വന്നിരിക്കുക. അദ്ദേഹം വീട്ടിലേക്ക് എത്തുമ്പോൾ അവിടെ കൃഷിപ്പണി ചെയ്യുന്ന ഭർത്താവിനെയാണ് കാണുന്നത്. ഭർത്താവിനോടാണ് സംസാരിക്കുന്നത്. പിന്നെ അദ്ദേഹം നോക്കുമ്പോഴുണ്ട് ആ വീടിന്റെ അകത്തെ ഭാര്യ അവിടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അവള് പരാമർശിതയാണ്. പിന്നെ അകത്തേക്ക് നോക്കുമ്പോൾ മക്കളകത്ത് വീടിനകത്ത് ഓടിക്കളിക്കുന്നുണ്ട്, അവര് പരാമർശിക്കുന്നുണ്ട്. അത്രയും കൊണ്ട് തീർന്നോ? 128 സങ്കീർത്തനം ഫാമിലി സങ്കീർത്തനാണ് കേട്ടോ, കുടുംബ സങ്കീർത്തനാണ് 128 സങ്കീർത്തനം. നിങ്ങൾ എല്ലാവരും വായിക്കണം. ഇസ്രായേലിന് സമാധാനമുണ്ടാകട്ടെ എന്നാണ് ഏറ്റവും ഒടുവിലത്തെ വരി. ഒരു കുടുംബത്തെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയിട്ട് അവസാനം ഇസ്രായേലിന് സമാധാനം ഉണ്ടാകട്ടെ എന്ന് പറയുന്ന കാര്യം എന്താന്നേ? എവിടെവരെ ആ കുടുംബത്തിന്റെ ചക്രവാളമോട് തീരുന്നില്ല എന്നാണ്. അതുകൊണ്ടാണ് തൊട്ടു പിന്നാലെ 128 സങ്കീർത്തനത്തില് തൊട്ടു പിന്നാലെ എന്താ പറയുന്നത്? നിന്റെ ഭാര്യയൊക്കെ കഴിഞ്ഞിട്ട്, നിന്റെ മക്കൾ കഴിഞ്ഞിട്ട്, കർത്താവിന്റെ ഭക്തൻ ഇപ്രകാരം അനുഗ്രഹീതനാകും. കർത്താവ് സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കട്ടെ. എങ്ങനെ? കർത്താവ് സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കട്ടെ. ഈ കുടുംബം എവിടെയാണാവോ? അതെവിടെയാവട്ടെ, എവിടെയാണെന്ന് നമുക്ക് പറഞ്ഞുകൂടെ. പക്ഷെ ആ കുടുംബത്തിന് ബ്ലെസ്സിങ് വരുന്നത് എവിടുന്നാണ്? സിയോനിൽ നിന്ന്, ജെറുസലമിൽ നിന്നാ കുടുംബത്തിന് ബ്ലെസ്സിങ്. കുടുംബത്തിന്റെ ബ്ലെസ്സിങ് കിടക്കുന്നത് ജെറുസലമിലാണ്, ദേവാലയത്തിലാണ്. പ്രിയപ്പെട്ടവരെ നോക്കൂ, വെൽ കണക്റ്റഡ് സഭാപരമായ ആരാധനാക്രമ സമൂഹത്തിന്റെ സൂചനകളൊക്കെ അതിലുണ്ട്. കണ്ടോ? അപ്പോൾ കുടുംബത്തിന്റെ ചക്രവാളം വികസിതമാണ്. എത്രമാത്രം ഒരു കുടുംബത്തിന്റെ ചക്രവാളം വികസിക്കുമോ? സ്വന്തം ഇട്ടാവട്ടത്തിൽ നിന്ന് സഭ എന്നുള്ളതിലേക്കും, സമൂഹം എന്നുള്ളതിലേക്കും, രാഷ്ട്രം എന്നുള്ളതിലേക്കും, അതിനപ്പുറത്ത് ആഗോള സഭ, സകല മനുഷ്യരും ദൈവമക്കൾ, എല്ലാവർക്കും സുവിശേഷം, എല്ലാവരും എന്റെ സഹോദരങ്ങള്. അവിടെ ഒരു ഒരു പ്രശ്നം ഉണ്ടായി, അവിടെ ഒരു ഭൂമിയൊരുക്കം ഉണ്ടായി, അവിടെ ഒരു വെള്ളപ്പൊക്കം ഉണ്ടായി. അത് എന്നെ ബാധിക്കുന്നുണ്ടോ? കുടുംബം വികസിത ചക്രവാളത്തിനുള്ള വേദി. അതാണ് കുടുംബം, വികസിത ചക്രവാളത്തിനുള്ള വേദി. ഇവരെ നമ്മള് ഇപ്പോ കുഞ്ഞുങ്ങളുടെ ജനനമില്ലായ്മ, സത്യത്തിൽ കുടുംബം തുടക്കത്തിൽ തന്നെ അടയുന്ന ഏർപ്പാടാണ്. കണ്ടോ, ഞാൻ പറയുന്നു കുടുംബം വികസിത ചക്രവാളത്തിലുള്ള വേദി എന്നാ പറഞ്ഞേ. പക്ഷെ തുടക്കത്തിൽ തന്നെ കുടുംബം അടയുന്നു. മക്കളില്ല, 1 മതി, 2 മതി. കുടുംബം അടയുന്നു. ഒന്നാമത്തെ പ്രശ്നം അവിടെ തന്നെയാണ്. ഇത് തീർച്ചയായിട്ടും അതിന് സാമൂഹികവും മറ്റ് സാമ്പത്തികവും അങ്ങനെ പല വശങ്ങളുണ്ട്, ഒരു സംശയമില്ല. പക്ഷേ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വശം എന്താണെന്നറിയാമോ? വിശ്വാസപരം തന്നെയാണ്. ദൈവത്തിലുള്ള ആശ്രയക്കുറവ് വളരെ ശക്തമായി ചെറിയ കുടുംബങ്ങളുടെ അടിസ്ഥാന കാര്യമാണ്. ദൈവത്തിലുള്ള ആശ്രയം.
ഇനി ഒരു കാര്യം ഒന്ന് ചിന്തിച്ചു നോക്കി. ക്രൈസ്തവർക്ക് കേരളത്തിൽ പണ്ട് മണ്ണ് ഉണ്ടായിരുന്നു, ഭൂമി ഉണ്ടായിരുന്നു. കാരണം എന്താ? മക്കളുണ്ടായി. മക്കളുള്ളവർക്ക് മണ്ണും ഉണ്ട്. മക്കളില്ലാത്തവർക്ക് മണ്ണും ഇല്ല. കേരളത്തിൽ ക്രൈസ്തവർക്ക് ഇനി മണ്ണ് കുറഞ്ഞുകൊണ്ടേയിരിക്കും. കാരണം എന്താ? അതിന്റെ ആവശ്യം അവർക്കില്ല. മക്കളുള്ളവർക്ക് മണ്ണും ഉള്ളത്. എവിടെവരെ അത് മണ്ണ് എന്ന് ഞാൻ പറയുമ്പോൾ പല കാര്യങ്ങളുണ്ട്. നിങ്ങൾ ഇവിടുത്തെ പൊളിറ്റിക്സ് ഒന്ന് നോക്കും. ഇവിടുത്തെ പൊളിറ്റിക്സിൽ ക്രൈസ്തവര് അപ്രസക്തരായി തീർന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്താ? മക്കളില്ല. പോപ്പുലേഷൻ. ഡെമോക്രസിയിൽ എണ്ണം പ്രധാനപ്പെട്ടതാണ്. കുടുംബങ്ങൾ വൃദ്ധര് മാത്രമുള്ള കുടുംബങ്ങളായി നോക്കൂ. മക്കളില്ലാത്തവർക്ക് മണ്ണും ഇല്ല. അതുകൊണ്ട് തന്നെ വലിയ കുടുംബങ്ങളെ പ്രോത്സാഹിപ്പിക്കേണ്ടത് വളരെ ആവശ്യമാണ്. വളരെ വളരെ ആവശ്യമാണ്. ഒന്ന്, നമ്മുടെ മക്കളുണ്ട്. നമ്മൾ ഈ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ സംസാരിക്കണം. നമ്മുടെ മക്കളോട് ഇക്കാര്യങ്ങളെ കുറിച്ച് ബോധ്യം കൊടുക്കണം. ഇന്ന് കേരളത്തിൽ നമുക്കറിയാമല്ലോ, ഒരു പ്രത്യേക മതവിഭാഗം വളർന്നുകൊണ്ടിരിക്കുക, ശക്തമായിട്ട് വളർന്നുകൊണ്ടിരിക്കുക. നല്ല കാര്യം ഞാൻ പറയും. കാരണം എന്താണെന്നറിയാമോ? അവര് വ്യക്തമായും ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കുന്നു. എന്താ? മക്കളിൽ ശ്രദ്ധിക്കുന്നു. മക്കളുണ്ടാകാൻ ശ്രദ്ധിക്കുന്നു. മക്കളിൽ ശ്രദ്ധിക്കുന്നവർക്ക് വളർച്ച ഉണ്ടായിക്കൊണ്ടേ ഒരു സംശയം. ഇപ്പോ ഉത്തര കൊറിയ ഞാൻ സംസാരിച്ചു പോകുന്നുണ്ട്. നിങ്ങൾ നിർത്തേണ്ടപ്പോൾ ഒന്നാം തീയതി ഞാൻ നിർത്താതെ. ഉത്തര കൊറിയയിലെ അദ്ദേഹം എന്താണ്, കിം യുന്നോ, അദ്ദേഹം കരഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഈ ദിവസങ്ങളിൽ വലിയ വാർത്തയായിരുന്നു. എന്ത് പറഞ്ഞാ കരഞ്ഞത്? നമുക്ക് മക്കളില്ല, നമ്മുടെ അവസ്ഥ പരിതാപകരം. ചൈന ഇപ്പൊ എന്താ ചെയ്യുന്നത്? ഇൻസെന്റീവ് കൊടുക്കുന്നു, കൂടുതൽ കുഞ്ഞിന് ഇൻസെന്റീവ് കൊടുക്കുന്നു. മക്കൾ ജനസംഖ്യ വർദ്ധിക്കുന്നത് എല്ലാത്തിനും നാശം എന്നുള്ള വളരെ അപകടം പിടിച്ച ഒരു തിയറി, പണ്ടേ കാലഹരണപ്പെട്ടു പോയി എങ്കിലും ഇപ്പോഴും പല മനസ്സുകളിലും അത് നിൽക്കുന്നുണ്ട്. അപ്പൊ പ്രിയപ്പെട്ടവര്, വികസിത ചക്രവാളത്തിലുള്ള വേദിയാണ്. അതുകൊണ്ട് ഒന്നാമതായി മക്കളോടുള്ള തുറവി അത് നമ്മുടെ കുടുംബത്തിൽ വേണം. നമ്മുടെ മക്കളോട് പറഞ്ഞ് അവർക്ക് ബോധ്യം നൽകണം. പ്ലസ്, ശരി, എനിക്ക് 2 മക്കളെ അല്ലെങ്കിൽ ഉള്ളൂ, എന്ത് ചെയ്യാൻ പറ്റും, അത് അങ്ങനെയൊക്കെ ആയിപ്പോയി. ഇപ്പൊ പല ജിസിയുകാരും പലരും റീകാനലൈസ് ചെയ്യും. വളരെ ക്രിയേറ്റീവായിട്ട് അവർ ചിന്തിക്കുകയാണ്. ഒരു പ്രാവശ്യം വേണ്ടാന്ന് വെച്ചു, പിന്നെ അവർക്ക് ബോധമൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ അവര് റീകാനലൈസേഷൻ. അങ്ങനെ പല കാര്യങ്ങൾ ഇന്നും പലർക്കും ബോധ്യമായിട്ട് വരുന്നുണ്ട്. ഇനി പ്രിയപ്പെട്ടവരെ, വലിയ കുടുംബങ്ങളെ സപ്പോർട്ട് ചെയ്യുക വലിയൊരു കാര്യമാണ്. വലിയ കുടുംബങ്ങളെ സപ്പോർട്ട് ചെയ്യുക. എനിക്ക് വളരെ സന്തോഷം തോന്നി. ഈ കോവിഡ് കാലത്തൊക്കെ നമ്മുടെ ഷിജുവും കൂട്ടരും ഒക്കെ എല്ലാവരും ആകെ സ്റ്റക്കായി നിൽക്കുകയാണല്ലോ, തൊഴിലില്ല, ആകെ പ്രശ്നം. വലിയ കുടുംബങ്ങളിൽ അവർക്കുള്ള സപ്പോർട്ട് കൊടുക്കാനായിട്ട് ഹോളി ഹോം ഇറങ്ങിയത് ഞാൻ നോക്കുകയാണ്. വളരെ ഭംഗിയായിട്ട് സാധിക്കുന്ന രീതിയിലൊക്കെ സപ്പോർട്ട് ചെയ്യാനായിട്ട് അവർ. അത്തരത്തിൽ വലിയ കുടുംബങ്ങളെ കുറിച്ചുള്ള ചിന്ത ചെറിയ കുടുംബങ്ങൾക്ക് വേണം. സാധ്യതയുള്ള കുടുംബങ്ങൾക്ക് അത്തരം വലിയ കുടുംബങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കണം. അതുപോലെ തന്നെ നോക്കൂ, ക്രൈസ്തവരെന്നുള്ള രീതിയിലുള്ള സപ്പോർട്ട് മാത്രമല്ല, അതിനപ്പുറത്തേക്ക് നമുക്ക് എവിടെ കഷ്ടത ഉണ്ടെങ്കിലും, എവിടെ വിഷമം ഉണ്ടെങ്കിലും അവിടേക്ക് നമ്മുടെ ഇറങ്ങിച്ചെല്ലുക. മുറിവേറ്റവന്റെ പക്കലേക്ക് കടന്നു ചെല്ലുന്ന നല്ല സമരിയാക്കാരൻ കൊടുത്തു. നല്ല സമരിയാക്കാരൻ 2 കൂട്ടരെ ലോകത്തിലുള്ളൂ എന്നല്ല പറഞ്ഞേ, ഫ്രാൻസിസ് പാപ്പയാ പറഞ്ഞേ. 2 കൂട്ടരെ ലോകത്തിലുള്ളൂ. ആരാ 2 കൂട്ടർ? കടന്നു പോകുന്നവരും കടന്നു ചെല്ലുന്നവരും. കടന്നു പോകുന്നവരും കടന്നു ചെല്ലുന്നവരും. കടന്നു ചെല്ലുന്ന കുടുംബങ്ങൾ, അതാണ് വളരെ ആവശ്യം. കടന്നു ചെല്ലുന്ന ഒരു കുടുംബത്തിന്റെ വിഷയത്തിലേക്ക് നിങ്ങളൊന്ന് കടന്നു ചെന്ന് നോക്കൂ. നിങ്ങളുടെ വിഷയത്തിൽ അനേകം താങ്ങാൻ കടന്നു ചെല്ലുന്ന കുടുംബങ്ങൾ.
ഇടവക ധാരണ, ഇടവകയെക്കുറിച്ചുള്ള ധാരണ, കടന്നു ചെല്ലുന്ന കുടുംബങ്ങളുടെ കൂട്ടായ്മ, രൂപതയെക്കുറിച്ചുള്ള ധാരണ. പ്രിയപ്പെട്ടവർ, അങ്ങനെ കുടുംബം ഫോക്കസ് ചെയ്തുള്ള ഇടവക ധാരണയും രൂപത ധാരണയും സഭാധാരണയും ഒക്കെ എത്ര സുന്ദരമാണ്. ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. നിങ്ങൾ കുടുംബത്തെ വളരെ ഗൗരവമായിട്ട് കാണുന്നത് തന്നെയാണ്. പലപ്പോഴും കുടുംബത്തെ തകർക്കാനുള്ള ലക്ഷ്യത്തോടുകൂടി പ്ലാനിട്ട് പലരും നീങ്ങുമ്പോൾ കുടുംബം ഒന്നിച്ചു നിൽക്കുന്ന, ശക്തമായി നിൽക്കുന്ന കുടുംബങ്ങൾ, ആ കുടുംബങ്ങൾ വലിയ ബ്ലെസ്സിങ് ആണ്. അപ്പോ ചക്രവാളങ്ങൾ വികസിക്കട്ടെ എല്ലാ തരത്തിലും. മറിയത്തെ പോലെ 167 കിലോമീറ്റർ തിടുക്കത്തിൽ യാത്ര, കാലിൽ ചിറക്, മറിയത്തിന്റെ കാലിൽ ചിറക്, തിടുക്കത്തിൽ യാത്ര. അതാണ് ഗ്രീക്കിലുള്ള വാക്ക്. മറിയത്തെ പോലെ അവിടെ ഉണ്ടായിരുന്നു, യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ എന്തെങ്കിലും ആരും കല്യാണം വന്നു കഴിഞ്ഞാൽ ആ പരിസരത്തുള്ള എല്ലാ ചെറുത്തുമാടി കൂടി വന്ന് അവലോസുണ്ട്, അത് ഇത് ഒരു നാട്ടിന്റെ ഉത്സവമാണ്. വളരെ ഭംഗിയായിട്ടുള്ള സുന്ദരമായിട്ടുള്ള സംഗതിയാണ്. ഇപ്പൊ നമുക്കത് കാണാൻ കഴിയുന്നത് മത്സ്യപിതാക്കൾ നേർച്ച സദ്യക്കൊക്കെയാണ്. നല്ല കാര്യം, അങ്ങനെയെങ്കിലും മുന്നോട്ട് പോട്ടെ. പ്രിയപ്പെട്ടവരെ, കുടുംബം വികസിത ചക്രവാളം. ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ കുടുംബത്തിന്റെ വിശാലത സ്വർഗത്തോളം വിശാലത. ശരിക്കും കുടുംബം തന്നെയാണ് സ്വർഗം. വികസിത ചക്രവാളമുള്ള കുടുംബത്തിന്റെ പേരാണ് സ്വർഗം. ഒടുവിൽ സ്വർഗത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ നമ്മൾ ഏറ്റവും വലിയ കുടുംബം ആയിരിക്കും. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ഞാൻ അവസാനിപ്പിക്കുന്നു. ഞാൻ കുറച്ച് കൂടുതൽ പറഞ്ഞതായിട്ട് എനിക്ക് തോന്നുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ഇത്രയും നാളുകൾ ഈ ഒരു ഷൂട്ട് പ്രോഗ്രാമിൽ ഒന്നിച്ചു വന്നു. വളരെ ശ്രദ്ധയോടുകൂടി ഈ ധ്യാന ചിന്തകൾക്ക് കേട്ടു, പ്രാർത്ഥിച്ചു, പരസ്പരം പ്രോത്സാഹിപ്പിച്ചു. ഇനിയും വളരെ നല്ല കാര്യങ്ങൾ നിങ്ങളുടെ നടക്കട്ടെ. നിങ്ങളുടെ കുടുംബം വളരെ വികസിത ചക്രവാളങ്ങൾ സ്വന്തമാക്കിയ കുടുംബമായി തീരട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമുക്ക് ആശീർവാദം. ഓക്കെ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നു. ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ ഞങ്ങളെ രക്ഷിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാണ്. അങ്ങയുടെ ദുരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കും. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ വന്ന സമയത്ത് തമ്പുരാനോട് അപേക്ഷിച്ചു. കർത്താവ് നിങ്ങളോടുകൂടെ, ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു അച്ഛാ. അപ്പം അച്ഛാ, വളരെ 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 മനോഹരമായിരുന്നു. വളരെ സിമ്പിൾ ആയിട്ടൊന്നും പറയാനൊന്നും അത് പറ്റില്ല. ഒന്ന് സമ്മറൈസ് ചെയ്യാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനും എടുക്കും ഇനിയൊരു 10 മിനിറ്റ്. പക്ഷെ ഷിജുവിനെ ഞാൻ പെട്ടെന്ന് വിളിക്കുകയാണ്. ഷിജു, കൺക്ലൂഷനിലേക്ക്. ഓക്കെ, താങ്ക് യു ജോഷി അച്ഛാ. ഈ കഴിഞ്ഞ 10 ആഴ്ചയും ഒന്നാമതായിട്ട് രാവിലെ അച്ഛന്മാർക്കെല്ലാം ഏറ്റവും തിരക്കുള്ള സമയമാണല്ലോ. എന്നിട്ടും ഈ അമേരിക്കക്കാരോടുള്ള അഗൈതവമായ ആഴമായ സ്നേഹത്തോടെ അച്ഛൻ ദൂര സ്ഥലങ്ങളായിരിക്കുമ്പോഴും തിരക്കിനിടയിലും അച്ഛൻ വന്നു സംസാരിച്ചു എന്നതിലേറെ സ്നേഹത്തോടെ ഞാൻ അച്ഛന് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ കൺക്ലൂഷൻ ആരംഭിക്കാം. ഇവിടെ 10 ആഴ്ച നമ്മളൊരു വലിയ കുടുംബം എന്ന നിലയിലുള്ള ഒരു യാത്രയായിരുന്നു. ചിലർക്ക് ഇടയ്ക്കൊക്കെ ഈ വണ്ടിയെ കയറാൻ പറ്റാതെ പോയിട്ടുണ്ട്. ചില സ്റ്റേഷനിലൊക്കെ ഇറങ്ങിയിട്ട് ഓടി വന്നപ്പോഴേക്കും വണ്ടി വിട്ടുപോയിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ ആഴ്ചയും കയറാൻ പറ്റാത്ത ചിലർ ഉണ്ട്. എങ്കിലും നമ്മളെല്ലാവരും ഒരു കുടുംബമായി ഒരുമിച്ച് ഈ ദിവസങ്ങളിലൂടെ യാത്ര ചെയ്യുകയായിരുന്നു. കർത്താവിന് നമുക്ക് നന്ദി പറയാം. ഹോളി ഹോം കുടുംബത്തിന്റെ ഭാഗമാണ് നമ്മളെല്ലാവരും. അച്ഛൻ പറഞ്ഞു വന്നപ്പോൾ ഞാൻ ഓർത്തതാണ്, പ്രത്യേകിച്ച് ഈ കുടുംബത്തെക്കുറിച്ച് കുറേയും കൂടി ആഴത്തിലുള്ള പഠനവും ധ്യാനവും വിചിന്തനങ്ങളും ഒക്കെ അമേരിക്കയിൽ മറ്റേതൊരു രാജ്യത്തെ കഴിഞ്ഞും കൂടുതലായി ഉണ്ടാകേണ്ട ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നതെന്ന് ഞാൻ ഇവിടെ നിന്ന് എൻ്റെ മനസ്സിലാക്കൽ അനുസരിച്ച് ഞാൻ അങ്ങനെ വിചാരിക്കുകയാണ്. കേരളത്തിലും വളരെ ആവശ്യമാണ്. പണ്ടത്തെ കഴിഞ്ഞും കൂടുതൽ വിവാഹം കഴിഞ്ഞ്
ഇറങ്ങുന്നതിന് മുമ്പേ ഡൈവേഴ്സ് ആകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. അതുകൊണ്ട് നമ്മുടെ ഈ ഒരു മിനിസ്ട്രിക്ക് അത്തരത്തിൽ ദൈവം കുറേം കൂടെ ഒരു ചുമതലാബോധം, ഉത്തരവാദിത്വം, ഒരു മിഷണറി സ്പിരിറ്റ് ദൈവം നമ്മളിൽ വളർത്തട്ടെ എന്ന് നമുക്ക് കുറച്ചും കൂടി ഒന്ന് പ്രാർത്ഥിക്കാം. അടുത്ത ശുഭ പ്രോഗ്രാമിന് ബാച്ച് 3 അതിലേക്ക് നമുക്ക് കൂടുതൽ കുടുംബങ്ങളെ ഒന്ന് പങ്കെടുപ്പിക്കാനായിട്ട് പരിശ്രമിക്കാം. നമ്മൾ പറയുന്ന അടിസ്ഥാന സുവിശേഷത്തിന്റെ സത്യങ്ങളും അതിൽ ജീവിച്ചു വളരുന്നതിലൂടെ പ്രേക്ഷിത കുടുംബമായി വളരുന്നതും ഒക്കെയാണ്. നമ്മൾ ഈ അടിസ്ഥാനത്തിലൂടെ പോയാൽ നമ്മളൊക്കെ ജീവിതത്തിൽ ഒരുപാട് നമ്മുടെ കുടുംബങ്ങളിൽ അനുഗ്രഹമാകുമെന്നതിൽ സംശയമില്ല. പ്രത്യേകിച്ച് ഞങ്ങളൊക്കെ കുടുംബങ്ങൾ അത്തരത്തിലാണ്, വർഷങ്ങളായിട്ട് ഇത്തരത്തിൽ ഈ ഒരു അടിസ്ഥാന കാര്യങ്ങളോട് ചേർന്ന് നിൽക്കുന്നത് കൊണ്ടാണ് ഞങ്ങളുടെ കുടുംബങ്ങളൊക്കെ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടെങ്കിലും അതിനെ അതിജീവിക്കാനാകുന്നത് എന്ന് ഞങ്ങളുടെയൊക്കെ കുടുംബങ്ങളെ നോക്കുമ്പോൾ ഞങ്ങൾ തിരിച്ചറിയുകയാണ്. അപ്പം നമുക്ക് നമ്മുടെ കുടുംബങ്ങളെ ഓർത്ത് നന്ദി പറയാം. പ്രത്യേകിച്ച് നമ്മുടെ ചുറ്റുമുള്ള കുടുംബങ്ങൾക്ക് വേണ്ടി അച്ഛൻ പറഞ്ഞ പോലെ കുറച്ചും കൂടെ പുറത്തേക്കുള്ള കുടുംബങ്ങളെ സഹായിക്കാനും രക്ഷിക്കാനും അവരുടെ രക്ഷയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവരാനും ഒക്കെ നമ്മുടെ ഈ കൂട്ടായ്മ ഇടയാകട്ടെ. പ്രിയപ്പെട്ടവരെ, ദിവസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് 2-3 ചിന്തകൾ ഉള്ളത്. ഒന്ന്, ഈ മാസം 10 മിനിറ്റ് ഞാൻ എഴുതി വെച്ചത് എടുത്തോട്ടെ. ഫെബ്രുവരി 7 മുതൽ 11 വരെ എറണാകുളത്ത് ചെല്ലാനം എന്ന് പറയുന്ന സ്ഥലത്ത് അവരുടെ ഇടവകയിൽ ചെറുപ്പക്കാരായ ദമ്പതികളും യുവജനങ്ങൾക്കും വേണ്ടിയുള്ള ഒരു അടിസ്ഥാന സുവിശേഷ പ്രഘോഷണ പരിശീലനം നമ്മൾ നടത്തുകയാണ് നമ്മുടെ ഹോളി ഹോം മിനിസ്ട്രിയുടെ നേതൃത്വത്തിൽ. ഫെബ്രുവരി 15 മുതൽ മെയ് 8 വരെ ഞാനും ജനിയും നമ്മുടെ ഒരു മിഷൻ യാത്രയ്ക്ക് ഒരുക്കമായിട്ട് ഞങ്ങൾ 34 പേര് പോകുന്ന മിഷൻ പ്രദേശങ്ങളിലൂടെ പോയി അവിടെ എങ്ങനെയാണെന്നോ കാര്യങ്ങൾ ഒന്നും കൂടെ ക്രമപ്പെടുത്തി വരാനായിട്ടുള്ള ഒരു മിഷൻ യാത്രയുടെ ആരംഭമാണ് ഫെബ്രുവരി 15 മുതൽ മെയ് 8 വരെ. അപ്പൊ അത് നിങ്ങളുടെ പ്രാർത്ഥനയിലുണ്ടാകണം. ഞാൻ ജനിയുമാണ് അതിന് പോകുന്നത്. മാർച്ച് 8 വരെ, ഫെബ്രുവരി 15 മുതൽ മാർച്ച് 8 വരെ. മെയ് 21 മുതൽ 24 വരെ കണ്ണൂർ ജില്ലയിലെ പട്ടുവം ഇടവകയിലെ ഇടവക ധ്യാനമാണ്. നമ്മുടെ ഈ അടിസ്ഥാന സുവിശേഷ സത്യങ്ങളും കുടുംബത്തെക്കുറിച്ചുമാണ്. മെയ് 25 മുതൽ 27 വരെ ആ പട്ടുവത്തിന് തൊട്ടടുത്തുള്ള മറ്റൊരു ഇടവകയിൽ 2 ഇടവക ധ്യാനങ്ങളാണ്. മാർച്ച് 21, 24, മാർച്ച് 25, 27. ഏപ്രിൽ 10 മുതൽ മെയ് ഏകദേശം 20 വരെയാണ് നമ്മുടെ മിഷൻ യാത്ര. 34 പേരുണ്ട്. എൻ്റെ കുടുംബം, ജെനിയുടെ കുടുംബം, റോബിന്റെ കുടുംബം, തൃശ്ശൂരുള്ള മനോജ് ചേട്ടൻ്റെ കുടുംബം, പിന്നെ തൊടുപുഴയിൽ നിന്നുള്ള ബേബി ചേട്ടൻ്റെ കുടുംബവും, അല്ലാതെ ഷുബു, ഫ്രാൻസിസ് ചേട്ടൻ, ഒരു ജെയിംസ് ചേട്ടൻ, ഇത്രയും ആൾക്കാരാണ് പോകുന്നത്. കുഞ്ഞു കുട്ടികളടക്കം നമ്മൾ 34 പേരാണുള്ളത്. അപ്പം നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഇപ്പോഴേ ഓർക്കണം, ആ യാത്ര പോകുന്നവർക്കും അവിടെ ഉള്ളവർക്കും ഒക്കെ അനുഗ്രഹമാകാൻ ഒരു മിഷൻ നമുക്കൊരാഗ്രഹം ഇത് കഴിഞ്ഞ ഓരോ സ്ഥലത്തും മിഷൻ കുടുംബങ്ങളെ പോസ്റ്റ് ചെയ്യാനാവണം, അവരെ സഹായിക്കാൻ പറ്റണം. അങ്ങനെ മുഴുവൻ സമയം മിഷനിൽ പോയി പ്രവർത്തിക്കുന്ന കുടുംബങ്ങളെ ആത്മീയമായും ഭൗതികമായും സാമ്പത്തികമായും അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട്, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അവിടെ പോയി ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കി പിന്നെ മിഷന് പോയി കഴിഞ്ഞാൽ അവസാനം ജോലി മാത്രമായി. അപ്പൊ അത്തരത്തിലുള്ള ചിന്ത നമുക്കുണ്ട്. അപ്പൊ അത്തരത്തിൽ നമ്മുടെ കുടുംബങ്ങളെല്ലാം പരസ്പരം പ്രാർത്ഥന കൊണ്ടും സാന്നിധ്യം കൊണ്ടും നമുക്കുള്ള വിഭവങ്ങൾ കൊണ്ടും നമ്മൾ പരസ്പരം പ്രോത്സാഹിപ്പിക്കപ്പെടുമ്പോഴാണ്, സഹായിക്കുമ്പോഴാണ് നമുക്ക് ഈ ദൗത്യ നിർവഹണത്തിലേക്ക് എത്താൻ പറ്റുക. അപ്പം നിങ്ങളുടെ പ്രാർത്ഥന ഒന്നാമതായി ഉണ്ടാകണം, രണ്ടാമതായും പ്രാർത്ഥന തന്നെ വേണം, മൂന്നാമതായും അനുദിനം നമ്മുടെ കുടുംബ പ്രാർത്ഥനയിൽ ഓർക്കണം എന്ന കാര്യം ഓർക്കുക. അടുത്തത് നമ്മൾ ചുറ്റുമുള്ള ആളുകളോട് പറയണം, ദൈവം നമുക്ക് തന്ന വിഭവങ്ങളെല്ലാം ഇത്തരത്തിൽ പ്രേക്ഷിത കുടുംബങ്ങളെ വളർത്തിയെടുക്കാനായിട്ട് സഹായിക്കും. ഇപ്പം നമ്മുടെ ഈ യാത്രയ്ക്ക് നമുക്ക് 1 ലക്ഷം രൂപയോളം നമുക്ക് ആവശ്യമാണ്. ടിക്കറ്റും ഭക്ഷണവും യാത്രയും ഇതെല്ലാം കൂടെ വരുമ്പോൾ നമ്മുടെ കയ്യിൽ ഒന്നും ഉണ്ടായിട്ടല്ല, പക്ഷേ ദൈവം നമ്മളോട് പറഞ്ഞു ഇപ്രകാരം ചെയ്യാൻ. നമ്മൾ കണ്ണുമടച്ച് കർത്താവിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കുകയാണ്. ഇന്നുവരെ ഹോളി ഹോം മിനിസ്ട്രി അങ്ങനെ തന്നെയാണ് പോയിട്ടുള്ളത്. അതുകൊണ്ട് ദൈവം നമുക്ക് തരുന്ന അറിവും കഴിവും സാധ്യതകളും നമ്മുടെ വിഭവങ്ങളും ഒക്കെ അത്തരത്തിൽ ഈ ഒരു പ്രേക്ഷിത ദൗത്യത്തിലേക്ക് വേണ്ടി വിനിയോഗിക്കാൻ വേണ്ടി കൂടി നിങ്ങൾ പ്രാർത്ഥിക്കണം, നിങ്ങൾ പരിശ്രമിക്കണം എന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാത്തിനും ഈ ഒരു കൂട്ടായ്മയുടെ ഹോളി ഹോം മിനിസ്ട്രിയുടെ ചെയർമാൻ എന്ന നിലയിൽ നിങ്ങളെ ഓരോരുത്തരെയും നന്ദിയോടെ ഓർക്കുന്നു. അമേരിക്കയിലെ ടീം ഓരോരുത്തരും, ഞാൻ പേര് ആരുടെയും പറയുന്നില്ല, എല്ലാവരും വളരെ സജീവമായി സഹകരിച്ചു. എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു. അടുത്ത ബാച്ച് നമ്മൾ ഫെബ്രുവരി 8-ാം തീയതി ആരംഭിച്ച് ഏപ്രിൽ 18-ന് അവസാനിക്കുന്ന പോലെയാണ് അടുത്ത 10 ആഴ്ചത്തെ നമ്മുടെ പ്രോഗ്രാം. ഇതേ സമയത്ത് ഇതേ കാര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകും.
അപ്പൊ അത്തരത്തിൽ അതിനുവേണ്ടിയും നമ്മൾ പരമാവധി ആളുകളെ കണ്ടെത്തണം. പ്രിയപ്പെട്ടവരെ, നമ്മൾ സംസാരിച്ച് അവസാനിപ്പിച്ച ഈ ആഴ്ചത്തെ വിഷയം കുടുംബം എന്നാണ്. ദൈവത്തിന്റെ മനസ്സിൽ ആരംഭിച്ച നമ്മൾ ഓരോരുത്തരും ആ ദൈവ കുടുംബത്തിന്റെ ഭാഗമാണ്. നമ്മൾ നിത്യതയിൽ ദൈവ കുടുംബത്തോട് ചേരുന്നവരാണ്. ആ അർത്ഥത്തിൽ നമ്മുടെ കുടുംബജീവിതം ഇവിടെ ദൈവരാജ്യമായി വളരാൻ ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. നമുക്ക് പരസ്പരം പ്രോത്സാഹിപ്പിച്ചും സഹകരിച്ചും സ്നേഹിച്ചും പങ്കുവെച്ചും ആദിമസഭ എന്ന പോലെ ഒരു കുടുംബമായി വളരാൻ പ്രത്യേകമാം വിധത്തിൽ നമുക്ക് പരിശ്രമിക്കാം, പരിശീലിക്കാം. എനിക്കൊന്ന് ജോൺസണിൽ നിന്നുകൊണ്ട് വരുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞങ്ങൾ രണ്ടുപേരും POCയിൽ ഒരു മിഷണറി ട്രെയിനിങ്ങിൽ ഞങ്ങളൊക്കെ പങ്കെടുത്തതാണ്. ഷിബു, ഞാൻ, ജെനി, ഞങ്ങളെല്ലാം പങ്കെടുത്തിട്ടുള്ളതാണ്. അതിൻ്റെ ഒരു മീറ്റിംഗ് ഇന്ന് അവിടെ നടക്കുന്നുണ്ട് POCയിൽ. നമ്മുടെ ഡാനിയേൽ പൂർണ്ണത്തിലച്ഛനാണ് അവിടെ വരുന്നത്. അപ്പം ഞങ്ങൾ പോകാനും കാണാനും അച്ഛനോട് ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കാനുമായിട്ട് ഞങ്ങൾ പരിശ്രമിക്കുന്നുണ്ട്. ഒപ്പം പറ്റുമെങ്കിൽ ഇന്ന് പോയി തട്ടിൽ പിതാവിനെയും, നമ്മുടെ ജോയി പിതാവ് അവിടെയുണ്ട്, താമരശ്ശേരിയിലെ റെമിജിസ് പിതാവുണ്ട്, നമ്മുടെ പട്ടണംകുടിയായ അലക്സ് വടക്കുന്തല പിതാവുണ്ട്. പിതാവ് പോയിട്ടുണ്ടാവുമായിരിക്കും. ഇവരെയൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയുള്ള ഒരു ആഗ്രഹവും പ്രാർത്ഥനയും പരിശ്രമവും ഉണ്ട്. അപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുക. ഞങ്ങൾ POCയിലെ കഴിഞ്ഞ വൈകുന്നേരം കാക്കനാട് സെന്റ് തോമസ് മൗണ്ടിലേക്ക് പോകണമെന്ന് വിചാരിച്ചായിരിക്കുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും നന്മകളും. നമ്മൾ ആരും വഴി പിരിഞ്ഞു പോകുന്നവരല്ല. ഒരുമിച്ച് കൂടെ ചേർന്ന് മുന്നോട്ട് സജീവമായി കുടുംബങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. മാണിച്ചേട്ടനുണ്ട്, ജോൺസണുണ്ട്. എല്ലാവരും ഒന്ന് വീഡിയോ ഒക്കെ ഓണാക്കി പരസ്പരം വർത്തമാനം പറയുന്നത് നല്ലതാണ്. നമ്മൾ കൊച്ചു പ്രാർത്ഥനയൊന്ന് പ്രാർത്ഥിച്ച് ഞാൻ അവസാനിപ്പിക്കാം. എന്നെ കാത്തു സൂക്ഷിക്കാൻ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട എൻ്റെ കാവൽ മാലാഖയെ, ഈ ലോകത്തിൽ ദൈവസ്നേഹാനുഭവത്തിൽ നിറഞ്ഞ് ദൈവഹിതം അനുസരിച്ച് ജീവിച്ചുകൊണ്ട് സുവിശേഷമാകാനും സുവിശേഷമേകാനും അങ്ങനെ നിത്യതയിൽ ദൈവസന്നിധിയിൽ എത്തിച്ചേരാനും ഞങ്ങളെ സഹായിക്കണമേ. നന്മ ചെയ്യാൻ ശക്തി പകരുന്ന തിരുക്കുടുംബമേ, ഞങ്ങളിൽ നന്മ വളരാൻ കൃപയേകണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ചേച്ചി, അപ്പം ഇന്നത്തേത് വളരെ 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 മനോഹരമായിരുന്നു. തുടക്കം മുതൽ അവസാനം വരെയും. സത്യം പറയാൻ നിർത്താൻ തോന്നുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒരു തോന്നലാണ് ഇന്ന് എനിക്ക് വന്നത്. പക്ഷെ എല്ലാവരും നന്നായിട്ട്, ഷിജു നന്നായിട്ട് ക്ലാസ് എടുത്തു. പിന്നെ അച്ഛൻ്റെ ക്ലാസ് നന്നായിരുന്നു, സ്മിതയുടെ പാട്ട് നന്നായിരുന്നു, ചഞ്ചലിൻ്റെ പാട്ട് നന്നായിരുന്നു. പക്ഷെ നമ്മൾ ഇന്ന് കേട്ട കാര്യങ്ങളെല്ലാം നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് അതിനെ നമ്മൾ വീണ്ടും ചിന്തിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും നമ്മുടെ കുടുംബങ്ങളെ കൂടുതൽ ദൈവത്തോട് ചേർക്കാനും ആ മാതാവ് പോയതുപോലെ നമ്മുടെ മാതാവിനെ പോലെ തിടുക്കത്തിൽ സ്വർഗത്തോളം എത്തുന്നത് വരെ ഒരു വലിയ കുടുംബമായിട്ട് തീരുവാനായിട്ടുള്ള അനുഗ്രഹം നമുക്ക് ഓരോരുത്തർക്കും, നമ്മുടെ കുടുംബങ്ങൾക്കും, നമ്മുടെ കുടുംബങ്ങളിലുള്ള എല്ലാവർക്കും നേരട്ടെ എന്ന് ആശംസിക്കുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവരും ഒന്ന് വർത്താനം പറയാൻ സമയം എടുക്കാം. ജോൺസാ, വാണിച്ചേട്ടാ, ബാക്കിയുള്ളവരെല്ലാം എല്ലാവരും വീഡിയോ ഒക്കെ ഒന്ന് ഓണാക്കിയാൽ ഒന്ന് കണ്ട് സന്തോഷത്തിന്റെ പുഞ്ചിരിയൊക്കെ പരസ്പരം പങ്കുവെച്ച്. നല്ല വിശപ്പുണ്ട്, അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ പോവാ. ഒരു 4 പേര് മാതാവിന്റെ പാട്ട് പാടിയിട്ട് പോണം. എന്നാ ഞാൻ വേറെ പാട്ട് പാടാം. പിന്നെ 4 പേര് പാടിയാ മതി. നോക്കട്ടെ. ആ പാട്ട് നമുക്ക് എല്ലാവർക്കും പണ്ടത്തെ പാട്ടാണ്. അറിയാവോന്നറിയില്ല. യേശുവിൻ മാധുര്യമേറെ ഹൃദയമേ, എല്ലാവർക്കും അറിയാവോ? ഇല്ലേ? യേശുവിൻ മാധുര്യമേറും ഹൃദയമേ, കുടിപ്പാട് ആദരിപ്പൂ ഈ കുടുംബത്തിന്റെ ദൈവവും കർത്താവും നീയാണെന്നെ കുടുംബത്തിന്റെ ദൈവവും കർത്താവും അങ്ങേക്കു പ്രീതിതമായി ചെയ്യുവാൻ ഞങ്ങൾ അനുവദിക്കും.
അനുഗ്രഹിക്കും. ചേർക്കുന്നതൊന്നുമേ ചെയ്യാതിരിക്കുവാൻ ചെയ്യാതിരിക്കുവാൻ യേശുവിൻ മാധുര്യമേറും ഹൃദയമേ നിൻ മുൻപിലാദരവോടെ നിൽപ്പൂ. നിൻ സമാധാനവും ശാന്തിയുമെന്നും ഈ കുടുംബത്തിൽ ചൊരിഞ്ഞിടണം. ഞങ്ങളിലാരും നിന്നെ വഴി വിട്ടെങ്ങും പോകുവാൻ നീടയാക്കിടല്ലേ. യേശുവിൻ മാധുര്യം ഹൃദയമേ നിൻ മുൻപിലാദരവോടെ നിൽപ്പൂ. ഇനിയുണ്ട്, പക്ഷെ ഞാൻ അവിടെ കൊണ്ട് നിർത്തുവാണ്. ലാലി നല്ല പാട്ടാണല്ലോ. അതെ, അടുത്ത പ്രാവശ്യം ലാലിയെ കൊണ്ട് പഠിക്കാം. അത് ലാലിയുടെ മുഖം കാണാൻ വയ്യ. ലാലി ഒന്ന് മുഖം കാണിക്കൂ. കാണല്ലേ?